നമസ്കാരം. പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സംസ്ഥാന ബജറ്റാണ്. നമ്മൾ പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുമാണല്ലേ? അതായത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണിത്. കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു. ഒരു ദിവസത്തിന് ശേഷം ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് പിന്നിൽ കാണുന്ന ഈ നിയമസഭാ മന്ദിരത്തിലാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കേരളം കാത്തുവെക്കുന്നത് എന്ത്, സർക്കാർ പൊതുജനങ്ങൾക്ക് വേണ്ടി വരുത്തുന്ന നീക്കിയിരിപ്പ് എന്താണ് പുതിയ പദ്ധതികൾ, നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ, വില വർധനവുണ്ടാവോ, വില കുറയുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ഇന്ന് 9 മണിയോടെ ഉണ്ടാകും. 9 മണിക്ക് സഭാമന്ദിരത്തിനുള്ളിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. സൈത്ത് സൂചിപ്പിച്ച പോലെ 9 മണിയോടുകൂടി ബജറ്റ് അവതരണം തുടങ്ങും. എന്തായാലും കഴിഞ്ഞ ദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ 12.1% വളർച്ച നേരിട്ടു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ ബജറ്റിന് മുമ്പ് വലിയൊരു ആശ്വാസം കൂടിയാണ്. എനിക്ക് തോന്നുന്നു രഞ്ജിനി, നമ്മൾ കോവിഡിന്റെ ഒരു കടുത്ത ക്രൈസിസിലൂടെ കടന്നു പോകായിരുന്നു. അപ്പോൾ ആ 2 കോവിഡ് കാലഘട്ടവും കഴിഞ്ഞ ബജറ്റുകളെ കൃത്യമായി അഫക്റ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് അല്പം നമ്മൾ മുന്നോട്ട് പോയി എന്നതാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നത്തെ ബജറ്റ് അവതരണത്തിലുണ്ടാകും. മറ്റൊന്ന്, കേന്ദ്ര ബജറ്റിൻ്റെ നീക്കിയിരിപ്പൊക്കെയാണ്. അതും സംസ്ഥാന ബജറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നികുതി നിർദ്ദേശങ്ങൾ എന്താണ്? പൊതുവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില സൂചനകൾ പ്രകാരം KN ബാലഗോപാൽ ചില നികുതി നിർദ്ദേശം കൊണ്ടുവന്ന് വരുമാന വർധനവ് തന്നെ ലക്ഷ്യമിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താണ്, അങ്ങനെ സാധാരണ ജനങ്ങളെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കുമെന്ന സാധാരണ ജനങ്ങളുടെ കാര്യം എടുത്തു പറയുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. ക്ഷേമ പെൻഷൻ അത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നാണ് അവസാന നിമിഷം ലഭിക്കുന്ന സൂചന. LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്നത് 2500 രൂപ ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നാണ്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമോ എന്നതാണ് നമുക്ക് ഈ നിമിഷം കാത്തിരുന്ന് കണ്ടത്. ഒപ്പം തന്നെ മറ്റ് മേഖലകൾ, കാർഷിക മേഖലയിൽ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, വ്യവസായ മേഖലയ്ക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ ഉണ്ടാകുക എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഈ 2 മണിക്കൂറിന് ശേഷം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതെ, എന്തായാലും ഈ തോമസ് ഐസക്കും സമീപകാലത്ത് ധനമന്ത്രിമാരായിരുന്ന തോമസ് ഐസക്, KM മാണി, ഇവരൊക്കെ ബജറ്റ് അവതരണത്തിൽ ഒത്തിരി വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ആളാണ്. അത് പദ്യശകലമൊക്കെ കൂട്ടിയിണക്കിയുള്ള ബജറ്റ് അവതരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ബജറ്റ് അവതരണങ്ങളിലൊക്കെ അത്ര വലിയ വ്യത്യസ്തതയൊന്നുമില്ല. വളരെ പറയാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നൊരു ശൈലിയാണ് ബാലഗോപാൽ സ്വീകരിച്ചത്. ഇന്ന് എന്താണ് അദ്ദേഹം കാത്തുവെച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ധനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ ബജറ്റാണ്, 2ാമത്തെ സമ്പൂർണ്ണ ബജറ്റ്. അതെ, എനിക്ക് തോന്നുന്നു രഞ്ജിനി, ധനമന്ത്രി KN ബാലഗോപാലിന്റെ വസതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ എത്തി അദ്ദേഹം അവരുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിതിലൊരു വിശദമായ ചിത്രമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ പ്രഭാത കേരളം പൂർണ്ണമായും ഞങ്ങൾ ബജറ്റും ബജറ്റ് പ്രതീക്ഷകളിലേക്കും കേന്ദ്രീകരിക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾ ചേരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നും വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതീക്ഷകളും ഒക്കെ പങ്കുവയ്ക്കുന്ന തരത്തിൽ റിപ്പോർട്ടർമാരുടെയൊക്കെ പങ്കാളിത്തവും നമുക്ക് ഉണ്ടാവും. എന്തായാലും ആദ്യം നമ്മൾ കടക്കുന്നു ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കിയ ശേഷം മടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇന്നൊരു സമഗ്ര ചിത്രം ബജറ്റാണ്. പ്രഭാത കേരളം ഞങ്ങൾ പൂർണ്ണമായും ബജറ്റ് അവതരണം, ബജറ്റ് പ്രതീക്ഷകൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കുകയാണ്. തിരുവനന്തപുരത്ത് VV അരുണുണ്ട്. ഒപ്പം തന്നെ മന്ത്രിയുടെ വസതിയിൽ, നിയമസഭയ്ക്ക് മുന്നിലാണ് VV അരുണുള്ളത്, മന്ത്രിയുടെ വസതിയിൽ ഡാൻ കുര്യനുണ്ട്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നം ജനങ്ങളിലെത്തിക്കാൻ കൊല്ലത്ത് നിന്നും ഷാനോസ് ഡേവിഡ് ഉണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ, കുട്ടനാട് പാക്കേജ്, അവിടുത്തെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് റബ്ബർ കർഷകർക്കൊപ്പം CV അനുമോദുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് പാലക്കാട് നമ്മുടെ ഈ കാട്ടാന അല്ലെങ്കിൽ വന്യമൃഗശല്യം എന്ന പുതിയ കാല പ്രതിസന്ധിക്ക് അതിനെയും ഈ ബജറ്റ് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അവർക്കും പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ആ മേഖല ഉറ്റുനോക്കുന്നതാണ്. എന്താകും ഈ കാടിറങ്ങുന്ന വനിത എന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ആ മേഖല ഉറ്റുനോക്കുന്നത്. പാലക്കാട് പ്രസാദമുണ്ടാവും. ആ തരത്തിൽ സമഗ്രമായി ഇന്നത്തെ ദിവസം പ്രേക്ഷകരിലേക്ക് ബജറ്റ് പ്രതീക്ഷകളും ഒപ്പം തന്നെ വിശകലനമാണ് ഞങ്ങൾ എത്തിക്കുന്നത്. ആദ്യം VV അരുൺ,
നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം വലിയ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്, വലിയ തരത്തിലുള്ള ഹോംവർക്ക് നടത്തേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമാവാം അരുൺ അടക്കമുള്ളവർ ഇന്ന് നിയമസഭയിലേക്ക് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി അരുണിന്റെ കീഴിലുള്ള ടീം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അരുണ്, നമ്മൾ ബജറ്റ് പ്രതീക്ഷകളും ഇത്തവണത്തെ ബജറ്റിന്റെ പ്രത്യേകതകളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് വികസനവും കരുതലും ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്തുന്നതാവും ബജറ്റ്. അത്തരമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്താവും ബജറ്റിലെ സസ്പെൻസ്? അത്തരം സൂചനകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, കരുതൽ എന്നൊരു വാക്കില്ലാതെ ഇടതുമുന്നണി സർക്കാരിന്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ലെന്ന വസ്തുതയാണ്. കാരണം ആ കരുതലാണ് ഈ സർക്കാരിൻ്റെ അടിത്തറ. ആ കരുതലാണ് രണ്ടാമതും പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയത്, തുടർച്ചയായ ഭരണം ഇടതുമുന്നണിക്ക് നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ കരുതൽ വിട്ടൊരു കളിക്ക് കെ എൻ ബാലഗോപാൽ നിൽക്കില്ല എന്ന് തന്നെ വിലയിരുത്തണം. ഇന്നത്തെ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അവിടെ ഉയർന്ന ചോദ്യം, എങ്ങനെ കാലിയായ ഒരു ഖജനാവ്, എങ്ങനെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് ക്ഷേമം ഉറപ്പിച്ചു നിർത്താൻ, ക്ഷേമം വർദ്ധിപ്പിക്കാൻ കെ എൻ ബാലഗോപാലിന് കഴിയുമെന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണനെ കെ എൻ ബാലഗോപാൽ അനുവദിച്ചൊരു അഭിമുഖമുണ്ട്, പ്രത്യേക അഭിമുഖമുണ്ട്. അതിൽ ഉമേഷ് ചോദിച്ചൊരു ചോദ്യം, എന്താണ് കെ എൻ ബാലഗോപാലിൻ്റെ കയ്യിൽ ഉള്ള മാജിക്ക്? അന്ന് അദ്ദേഹം നൽകിയ മറുപടി, മാജിക്ക് കൊണ്ടൊന്നും കാര്യമില്ല, കൃത്യമായ കണക്കുകൾ വേണം, കൃത്യമായ പണം വേണം, അതിലൂടെ മാത്രമേ ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കാനും ജനങ്ങളെ ഒരുമിച്ച് നിർത്താനും കഴിയുമെന്നൊരു വിലയിരുത്തൽ, അഭിപ്രായം കെ എൻ ബാലഗോപാൽ നടത്തിയിരുന്നു. എങ്കിൽ എന്താണ് ആ കണക്ക്? എവിടെയാണ് ആ കണക്കിലെ കളികൾ? നേരത്തെ സജിത്ത് ഇതിൽ സൂചിപ്പിച്ച പോലെ ഈ തോമസ് ഐസക്കിൻ്റെ ഒരു വാക്സാമർത്ഥ്യമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബജറ്റ് അവതരണമൊന്നും കെ എൻ ബാലഗോപാലിന് വശമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം പോലെ എന്ന് വേണമെങ്കിൽ പറയാം, വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്, കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരാളാണ് കെ എൻ ബാലഗോപാൽ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എങ്ങനെ കെ എൻ ബാലഗോപാലിന് പ്രതിസന്ധി മറികടക്കാൻ കഴിയും? കാരണം സംസ്ഥാനത്തിൻ്റെ GST കൂടി വന്നതോടെ നികുതി വരുമാന മാർഗങ്ങൾ വരവ് കുറഞ്ഞു. വളരെ പരിമിതമായ വഴികൾ മാത്രമേ, അത് മദ്യവും അതുപോലെ തന്നെ ഇന്ധന സർചാർജ് ഉൾപ്പെടെയുള്ള അതിൻ്റെ വരുമാനം മാത്രമാണ് സർക്കാരിൻ്റെ ലഭിക്കുന്ന വരുമാന മാർഗങ്ങൾ. ആ വരുമാനം വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും? മദ്യവില ഇനിയും കൂട്ടാനാകുമെന്ന് പറയാനില്ല. കാരണം ആഴ്ചകൾക്ക് മുമ്പാണ് മദ്യവില സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ചത്. ഒരു വരുമാന മാർഗമാണ്, കറവ പശുവാണ്. പക്ഷേ അതിന് ഇനിയും സർക്കാർ ആ രീതിയിൽ ഉപയോഗിക്കുക വലിയ ജനരോഷത്തിന് കാരണമാകുമെന്നൊരു ആശങ്ക സർക്കാരിനുണ്ട്. ഇന്ധന നികുതിയിലും തൊട്ട് കളിക്കാനാകില്ല. കാരണം മറ്റൊരു സംസ്ഥാനങ്ങളും ഇല്ലാത്ത വലിയ ഒരു നികുതി ഭാരം ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്ധന നികുതി വഴി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും തൊട്ട് കളിക്കാൻ സർക്കാരിന്, ബാലഗോപാലിന് കഴിയില്ല. അങ്ങനെയെങ്കിൽ എവിടെയാണ് ബാലഗോപാൽ ഈ നികുതി കണ്ടെത്താൻ പോകുന്നത്, വരുമാനം കണ്ടെത്താൻ പോകുന്നത്? പ്രധാനപ്പെട്ട ചോദ്യം. അത് ഒരു മറുപടി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്, ലഭിക്കുന്ന വിവരമനുസരിച്ച് വിവിധ ഫീസുകൾ വർഷങ്ങളായി സംസ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്ന സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് ഘടനയുണ്ട്. 70കളിലെ ഫീസ് ഘടനയാണ് ആശുപത്രി സേവനങ്ങൾക്കും മറ്റുമുള്ളത്. ഒരു OP ടിക്കറ്റ് എടുക്കുമ്പോൾ പോലും നമ്മൾ നൽകുന്ന പണമുണ്ട്, വളരെ ചെറിയ പൈസയാണ്. അതിലൊരു മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫീസ് ഇനങ്ങളിൽ ഒരു വർധന ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകാം. മറ്റൊന്ന്, കഴിഞ്ഞ തവണത്തെ പോലെ ഭൂനികുതിയാണ്, ഭൂമിയുടെ ഫെയർ വാല്യൂ ആണ്, ഭൂമിയുടെ ന്യായവിലയാണ്. കഴിഞ്ഞ തവണ 10% അത് വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തവണയും അതിൽ ഒരിക്കൽ കൂടി കെ എൻ ബാലഗോപാൽ കൈവയ്ക്കും എന്നതിന് പ്രതീക്ഷിക്കാം. രജിസ്ട്രേഷൻ ഫീസിനത്തിൽ വർധനയുണ്ടാകാം, ഭൂമിയുടെ ക്രയവിക്രയങ്ങൾക്കുള്ള മറ്റ് നികുതികൾ വർദ്ധിപ്പിക്കാം. അത്തരത്തിലുള്ളൊരു നികുതി വർധനയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുമ്പോഴും ഒരു ചോദ്യം, ആശങ്ക സർക്കാരിന് മുന്നിലുള്ളത്, ഉടനൊന്നും ഒരു തിരഞ്ഞെടുപ്പ് വരാനില്ലെങ്കിൽ പോലും ജനങ്ങളെ ഇത്രയധികം പിഴിയണമോ? കാരണം 2 ആഴ്ച മുമ്പാണ് സംസ്ഥാനത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്. കിലോ ലിറ്ററിന് 1 പൈസ എന്ന കണക്കൊക്കെ സാങ്കേതികമായി പറയാമെങ്കിലും മുന്നണി കൺവീനർ അടക്കം പറഞ്ഞെങ്കിലും വലിയ ഭാരം അതിലൂടെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച, അതായത് ഫെബ്രുവരി 1 മുതൽ സംസ്ഥാനത്തെ വൈദ്യുതിക്ക് യൂണിറ്റിന് 9 പൈസ വെച്ച് 4 മാസത്തേക്കെങ്കിലും 3 മാസത്തേക്ക് ജനങ്ങൾ അത് അധികമായി നൽകേണ്ടി വരും. അവിടെയും ജനങ്ങളുടെ മേൽ തന്നെയാണ് ഭാരം വന്നത്. ഇനി വരാനിരിക്കുന്നത് അവശ്യ വിപണിയിൽ പോലും വിലവർധനയാണ്. അതുകൊണ്ട് ജനങ്ങളെ എത്രത്തോളം പിഴിയാനാകുമെന്നൊരു ആശങ്ക സർക്കാരിനുണ്ട്. എങ്കിലും പരമാവധി ജനങ്ങൾക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാണ്. ക്ഷേമ പെൻഷനിൽ 100 രൂപയുടെയെങ്കിലും വർധന ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റും അത് വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നത്തെ നിർദ്ദേശം
ക്ഷേമ പെൻഷൻ 2500 എന്ന ഒരു സ്വപ്ന ഫിഗറുണ്ട് സർക്കാരിന്. ഈ സർക്കാർ കാലാവധിക്കുള്ളിൽ അവിടേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് 100 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. വലിയ വലിയ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്നു. ഒരു വശത്ത് ആശങ്കയുണ്ട്, അതേസമയം പ്രതീക്ഷയുണ്ട്. കേന്ദ്ര ബജറ്റ് നൽകുന്ന സമ്മർദ്ദം സർക്കാരിന് മുന്നിലുണ്ട്. അതിന് കാരണം കേന്ദ്ര ബജറ്റിനെ പൊതുവിൽ സംസ്ഥാനം തള്ളിപ്പറഞ്ഞെങ്കിലും BJP നേതൃത്വം, സംസ്ഥാനത്തെ BJP നേതാക്കളൊക്കെ പറയുന്നത് എല്ലാം വാരിക്കോരി നൽകിയ ഒരു ബജറ്റ്, എന്നിട്ടും സംസ്ഥാനം അതിനെ കുറ്റപ്പെടുത്തുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ അത്ര മോശമല്ലാത്തൊരു കേന്ദ്ര ബജറ്റ് വരുമ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന ബജറ്റിൽ, സംസ്ഥാന ബജറ്റിൽ വലിയ നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും, വലിയ ജനരോഷത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നികുതി വർധന, വരുമാന മാർഗങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു തല്ലും തലോടലും എന്നൊക്കെ നമ്മൾ പലപ്പോഴും തലക്കെട്ടുകൾ കാണാറുണ്ട്. അത്തരമൊരു ബജറ്റാകും ഇന്ന് KN ബാലഗോപാൽ തൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റായി കേരള നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സജിത്ത്. ശരി അരുൺ, എന്തായാലും ഈ ബജറ്റിന്റെ തുടർച്ചയിലേക്ക് വരുമ്പോൾ ക്ഷേമ പെൻഷൻ തീർച്ചയായും ക്ഷേമ പെൻഷൻ തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റാണെന്നാണ് ഈ അവസാന നിമിഷം വരെ നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ചും LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ അടക്കം എടുത്തു പറയുന്നത് 2500 രൂപ ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നാണ്. അപ്പം 1600 രൂപയിൽ നിന്ന് 1700 രൂപയിലേക്ക് എത്തുമോ? 100 രൂപയെങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സർക്കാർ വർദ്ധിപ്പിക്കുമോ എന്നതാണ് എടുത്തു കാണേണ്ടത്. അങ്ങനെയുള്ള സാധ്യത തന്നെയാണ് അരുൺ ഈ ഒരു അവസാന നിമിഷവും കണ്ട്. പ്രത്യേകിച്ചും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾക്കുള്ള സാധ്യത അത് എത്രമാത്രമായിരിക്കും? തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ സഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടുണ്ട്. അവിടെ വലിയ വളർച്ചയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്ന് പറയുമ്പോഴും വലിയ ആശങ്കകളും, പ്രത്യേകിച്ച് ക്ഷേമപ്രവർത്തന രംഗത്ത് ശമ്പളം, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവാകുന്ന തുകയിലെ വർധനയും ഒരു ആശങ്കയെ തന്നെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധി കടന്ന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് പരിമിതികളുണ്ട്, തടസ്സങ്ങളുണ്ട്. അവിടെ KN ബാലഗോപാലിൻ്റെ കൈകൾ ആ രീതിയിൽ വിലക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിലും ക്ഷേമം എന്ന രണ്ടക്ഷരമില്ലാതെ, കരുതലെന്ന അക്ഷരങ്ങളില്ലാതെ, വാക്കില്ലാതെ ഇടതു സർക്കാരിന്, പ്രത്യേകിച്ച് ഈ പിണറായി സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. അവിടെയാണ് വലിയൊരു വൈരുദ്ധ്യം ഈ ബജറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെ ഈ ഇല്ലായ്മയുടെ കാലത്ത്, ബജറ്റിലെ ഖജനാവിലെ വറുതിയുടെ കാലത്ത് ക്ഷേമം വാരിക്കോരി നൽകാൻ KN ബാലഗോപാലിന് കഴിയുമെന്ന ചോദ്യം ഉയർന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് കിഫ്ബിയുടെ ഫണ്ട് അലോക്കേഷനാണ്. കിഫ്ബിയെ എങ്ങനെ KN ബാലഗോപാൽ ഈ ബജറ്റിൽ കാണും? നമുക്കറിയാം, തോമസ് ഐസക്കിൻ്റെ സ്വപ്ന സംവിധാനമാണ്, പദ്ധതിയായിരുന്നു കിഫ്ബി. ആ കിഫ്ബിയോട് കഴിഞ്ഞ ബജറ്റുകളിലൊന്നും അത്രയധികം ആവേശം, തോമസ് ഐസക് കാണിച്ച അത്ര മമത KN ബാലഗോപാൽ കാട്ടിയിരുന്നില്ല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ബജറ്റിലും അത് നിർണായകമാണ്. പ്രത്യേകിച്ചും കിഫ്ബിക്കെതിരെ കേന്ദ്രം വലിയ നിലപാടെടുത്ത് രംഗത്ത് വരുന്നു. വലിയ അന്വേഷണങ്ങൾക്ക്, EDയുടെ അടക്കം അന്വേഷണങ്ങൾക്ക് കിഫ്ബി വിധേയമാകുന്നു. പ്രതിപക്ഷമാകട്ടെ കിഫ്ബി തട്ടിപ്പ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. അതിനെ രാഷ്ട്രീയമായി സർക്കാർ പ്രതിരോധിക്കുന്നു. CPM ഇടതുമുന്നണിയും പ്രതിരോധിക്കുന്നു. അപ്പോഴും ഈ കിഫ്ബിക്ക് എത്രത്തോളം പ്രാധാന്യം, കിഫ്ബി പദ്ധതികൾക്ക് എത്രത്തോളം പ്രാധാന്യം KN ബാലഗോപാൽ നൽകുമെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, വലിയ പ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും കിഫ്ബി പദ്ധതികൾ പലതും ഇപ്പോൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. കിഫ്ബി പദ്ധതികൾ തടസ്സപ്പെടുന്നു, അതിൻ്റെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ KB ഗണേഷ് കുമാറിനെ പോലുള്ള പ്രധാന മുന്നണി നേതാവ് തന്നെ കിഫ്ബി പദ്ധതികൾക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് കിഫ്ബിയെ എങ്ങനെ ഈ ബജറ്റിൽ KN ബാലഗോപാൽ കൈകാര്യം ചെയ്യും എന്നതുകൂടി വളരെ പ്രസക്തമാണ്. ഇനി 7:12 ആകുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം അറിയാം എങ്ങനെയാണ് KN ബാലഗോപാലിൻ്റെ ഇത്തവണത്തെ ബജറ്റ്, ഒരു വർഷത്തെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ നികുതി നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, എങ്ങനെ ജനക്ഷേമ പദ്ധതികൾ, വികസനം വലിയൊരു അജണ്ടയാണ് ഈ സർക്കാരിൻ്റെ. ക്ഷേമത്തിനൊപ്പം തന്നെ വികസന പദ്ധതികൾക്ക് എങ്ങനെ പണം മാറ്റിവെക്കും. കിഫ്ബി ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പുതിയ മാർഗ്ഗങ്ങൾ വികസന രംഗത്തേക്ക് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകുമോ? ഓരോ മേഖലയെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വിശദീകരണത്തിൽ പോകും. പക്ഷേ പ്രധാനപ്പെട്ടത് വികസനവും കരുതലും തന്നെയാണ്. അതിനെ എങ്ങനെ സമാസമം ചേർത്തുകൊണ്ട് രണ്ടിനും തുല്യ പ്രാധാന്യം ഈ ഇല്ലായ്മയുടെ നാളുകളിൽ KN ബാലഗോപാൽ നൽകുമെന്നതാണ് ഇനി അറിയേണ്ടത്. രഞ്ജിനി.
തീർച്ചയായും അരുൺ സൂചിപ്പിച്ച പോലെ കിഫ്ബി ഒരു പ്രധാന റോളായിരുന്നു ഐസക്കിന്റെ ബജറ്റിൽ. പക്ഷേ ഈ ഇതിലേക്ക് കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റിലേക്ക് വരുമ്പോൾ കിഫ്ബി എത്രമാത്രം പ്രധാനപ്പെട്ട റോളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഈ MLA-മാർക്ക് അയച്ച കത്തിലടക്കം കെ.എൻ. ഗോപാൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. കിഫ്ബി പദ്ധതികളൊന്നും ഈ ബജറ്റിലേക്ക് നിർദ്ദേശിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ഏറ്റെടുത്ത പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കിഫ്ബിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റിലും കെ.എൻ. ബാലഗോപാൽ കിഫ്ബിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കിഫ്ബി എക്കാലവും ആശ്രയിക്കാൻ കഴിയില്ല എന്നതും ഒരു പൊതുപ്രസ്താവന അദ്ദേഹം നടത്തി കഴിഞ്ഞു. മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് രഞ്ജിനി. എനിക്ക് തോന്നുന്നു കിഫ്ബി പഴയ രീതിയിൽ ആകർഷകമായി വലിയൊരു പദ്ധതിയായി വലിയൊരു സാധ്യതയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് എങ്ങനെ കഴിയുമെന്നൊരു പ്രശ്നമുണ്ട്. കാരണം കിഫ്ബിയുടെ നിലനിൽപ്പും അതിൻ്റെ ഫണ്ടിങ്ങും അടക്കം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് വാദം ഉയർന്നിട്ടുണ്ട്. അതിൽ CAG-യുടെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചെറുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ആശങ്ക പൊതുവിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കൂടിയാവാം കിഫ്ബി എന്ന ഒരു സാധ്യത പ്രതിപക്ഷത്തിനടക്കം വലിയ തോതിൽ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്ത് പറഞ്ഞാലും കിഫ്ബി പക്ഷേ സംസ്ഥാനത്തിൽ ഒരു സാധ്യതയായിരുന്നു എന്ന കാര്യം നമുക്ക് മറച്ചു വെച്ചുകൂടാ. കാരണം സംസ്ഥാനത്തിന്റെ പല പദ്ധതികളിലും MLA-മാരുടെ പല പ്രപ്പോസലുകളും ഒക്കെ കിഫ്ബിയാണ് ഒരു സാധ്യതയായി തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും അരുൺ തുടരുക. അരുണ് നിയമസഭയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ട്, ഞങ്ങളുമുണ്ട് തൊട്ടടുത്ത് തന്നെ. എന്തായാലും നിയമസഭയിൽ ബജറ്റ് അവതരണം 9 മണിയോടെ നടക്കും. അതിനു മുമ്പായി കെ.എൻ. ബാലഗോപാലിലേക്കാണ് ഇനി ശ്രദ്ധാകേന്ദ്രം പോകുന്നത്. എല്ലാ കാലത്തും ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് രാവിലെ എല്ലാ റിപ്പോർട്ടേഴ്സും ഈ ധനമന്ത്രിയുടെ വസതിയിലെത്തും. അവിടെ എന്താ കാര്യങ്ങൾ, അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ സംസ്ഥാന ബജറ്റ് എന്നല്ല, അത് കേന്ദ്ര ബജറ്റിലും എന്താണ്. കാരണം നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് അവരുടെ പ്രതികരണം. ഒരുപക്ഷെ നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത പോലും മാധ്യമങ്ങളിൽ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ധനമന്ത്രിക്ക് ഇന്ന് നിറഞ്ഞു നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സ്വാഭാവികമായിട്ടും ആ ധനമന്ത്രിമാർ അത് ഉപയോഗപ്പെടുത്തുമെന്നാണ് സാഹചര്യം. എന്തായാലും കെ.എൻ. ബാലഗോപാലിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡാൻ കുര്യൻ വീട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ സഭയ്ക്ക് മുന്നിലുണ്ട്, മന്ത്രിയുടെ വരവും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ, ഏത് രീതിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു? ഇപ്പോൾ ഈ ബജറ്റിൻ്റെ കോപ്പി മന്ത്രിക്ക് കൈമാറുന്ന ഒരു പതിവ് സാധാരണയുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞോ അവിടെ? വെരി ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രഞ്ജിനി. ഇവിടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ സജിത്ത് സൂചിപ്പിച്ച പോലെ 8 മണിയോടെയാകും ബജറ്റിൻ്റെ കോപ്പി ഗവൺമെൻറ് പ്രസ്സിൽ നിന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിക്കുക. അതിനുശേഷമായിരിക്കും 8:30 അദ്ദേഹം ഇവിടെ നിന്ന് ബജറ്റ് അവതരണത്തിനായി ഇറങ്ങും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ ചൂടേറിയ ചർച്ചകൾ, ഒപ്പം തന്നെ ചൂടുള്ള ഭക്ഷണം, പ്രഭാത ഭക്ഷണം മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മുതൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അല്പസമയത്തിനകം മന്ത്രിയും ഇവിടേക്ക് എത്തും. എന്തായാലും മറ്റു തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും എന്തൊക്കെയാണ് അദ്ദേഹം ബജറ്റിൽ കരുതി വെച്ചിരിക്കുന്നത്, കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വേണ്ടിയിട്ടുള്ള എന്ന നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. എന്തായാലും വിഭവസമൃദ്ധമാണ് ഇവിടുത്തെ പ്രഭാത ഭക്ഷണ മേശ. അതുപോലെ തന്നെ ആകട്ടെ ബജറ്റ് അതുപോലെ തന്നെ ആയിരിക്കുമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട്. മുമ്പ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി, തല്ലും തലോടലും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്ന സൂചനകൾ അദ്ദേഹം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നികുതി അടക്കം ചില ഇനങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനമുള്ളത്. നമുക്കറിയാം നികുതിയേതര വരുമാനങ്ങളിലൂടെ വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കൂടുതൽ പദ്ധതികളായിരിക്കും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന ഒരു നിർണായകമായ ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഏതായാലും ഈ ഗവൺമെൻറ് പ്രസ്സിൽ നിന്നുള്ള വാഹനമാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഈ വസതിയിലേക്ക് എത്തുന്നുണ്ട്. അവസാനപ്പെട്ട ചർച്ചകൾക്ക് മറ്റുമായി അല്പസമയത്തിനകം ആ കോപ്പി അദ്ദേഹത്തിന് കൈമാറും. അതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി സഭയിലേക്ക് ഇറങ്ങുക. സജിത്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബജറ്റിൻ്റെ കോപ്പിയുമായി ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റിന്റെ കോപ്പിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പസമയത്തിനകം ആ കോപ്പി ഉദ്യോഗസ്ഥർ കൈമാറും, ധനമന്ത്രിക്ക് കൈമാറും. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഉദ്യോഗസ്ഥർ ബജറ്റിന്റെ കോപ്പിയുമായി എത്തിയിരിക്കുന്നു. ഗവൺമെന്റ് പ്രസ്സിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഈ ബജറ്റ് കോപ്പിയുമായി ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ധനമന്ത്രിക്ക് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഈ ബജറ്റ് കോപ്പി കൈമാറുന്നതോടെ ഔദ്യോഗികമായ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും. അതിനുശേഷമാകും
പ്രഭാത ഭക്ഷണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി നിയമസഭയിലേക്ക് എത്തുക. സജിത്. തീർച്ചയായും ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബഡ്ജറ്റിന്റെ ഇപ്പോൾ കോപ്പി അവിടെ ധനമന്ത്രിയുടെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം അദ്ദേഹം നിയമസഭയിലേക്കും എത്തും അല്ലേ? അതെ, ഡാന് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. കാരണം ഈ ബജറ്റ് ഡേയിൽ ധനമന്ത്രിയുടെ ദിവസമാണ്. കാരണം അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ മാധ്യമങ്ങളും കാത്തു നിൽക്കുന്ന ദിവസമാണ്. അദ്ദേഹം ഈ ബജറ്റ് അവതരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നോ? മുമ്പ് തോമസ് ഐസക് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ മാധ്യമങ്ങളോട് വളരെ സഹകരിച്ച് കൂടുതൽ പ്രതികരണത്തിന് സമയമൊക്കെ മാറ്റിവെക്കുന്ന വ്യക്തിയായിരുന്നു. കെ എൻ ബാലഗോപാലും അങ്ങനെ തന്നെയാണോ? അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അങ്ങനെയാണോ ഉണ്ടാവുക? അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് മാറി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അദ്ദേഹം വളരെ ശാന്തമായി സൗമ്യമായി ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായ ഒരു പ്രതികരണം അല്പസമയത്തിനകം ഈ ബജറ്റിൻ്റെ കോപ്പി കയ്യിൽ വാങ്ങിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയേക്കും. ഒരു പ്രതികരണത്തിലുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അദ്ദേഹം ആവർത്തിച്ച് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ, അതായത് ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അനിവാര്യമായ ചില നികുതി വർധനവ് കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1.90 ലക്ഷമായിരുന്ന നമ്മുടെ പൊതുകടം അത് 2.10 ലക്ഷമായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പൊതുകടം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമായൊരു സാഹചര്യമാണ്. അതിനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ ആവർത്തന ചെലവുകൾ, ഈ പെൻഷൻ, പലിശ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആവർത്തന ചെലവുകൾ അത് ഏതാണ്ട് നമുക്ക് ആകെയുള്ള വരുമാനത്തിൻ്റെ 75% മുതൽ 80% വരെയാണ്. അത്തരത്തിൽ ഒരു സിംഹഭാഗവും സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന വരുമാനം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാകുന്നതിലൂടെ മറ്റ് കാര്യങ്ങളുടെ പദ്ധതി നിർവഹണത്തിന് മറ്റുമായി ബാക്കി വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നീക്കി വെക്കാൻ കഴിയുന്ന തുകയിൽ ഒരു കുറവുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ അതിനായി കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതികളിൽ ഏതൊക്കെ ബജറ്റിൽ ഇടം പിടിക്കുമെന്നറിയാൻ. തീർച്ചയായും എന്തായാലും അല്പസമയത്തിനകം ധനമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഡാന അവിടെ തുടരുക. ഞങ്ങൾ തൽക്കാലം ഡാനിൽ നിന്ന് ഞങ്ങൾ കൊച്ചിയിലേക്കൊന്ന് പോവുകയാണ്. കാരണം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഓരോ ജില്ലയിലും ബജറ്റിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ്, ആ ജില്ല പ്രതീക്ഷിക്കുന്നത് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഞങ്ങൾ നിൽക്കുന്നത് നിയമസഭയ്ക്ക് മുന്നിലാണ്. സംസ്ഥാനത്തെ ബജറ്റ് എന്ന വലിയൊരു പ്രതീക്ഷയുടെ ഒരുക്കങ്ങൾ, അതിൻ്റെ വിലയിരുത്തലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൊച്ചിയിലേക്ക് വരുമ്പോൾ IT ഹബ്ബാണ് കൊച്ചി. സ്വാഭാവികമായും ഈ IT മേഖല, സംസ്ഥാനത്തിൻ്റെ വ്യവസായ മേഖല, ഈ രംഗത്ത് ബജറ്റിൽ പുലർത്തുന്ന വലിയ പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ എന്താ എന്നൊരു ചോദ്യം സ്വാഭാവികമായും മലയാളികൾ കാത്തിരിക്കുകയാണ്, പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എന്താണ് IT മേഖലയുടെ ഒരു പൊതുപ്രതീക്ഷ? ഏതു തരത്തിലുള്ള ഒരു കാത്തിരിപ്പാണ് അവർ നടത്തുന്നത്? എന്താണ് നമ്മുടെ IT മേഖലയിലെ പുതിയ സാധ്യതകൾ? അത് സർക്കാർ ഏതു തരത്തിൽ പരിഗണിക്കണം? എങ്ങനെ IT മേഖല പ്രതികരിക്കുന്നു? ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മധ്യ കേരളത്തിലെ ആളുകൾ. കാരണം യൂണിയൻ ബജറ്റിൽ വലിയ തഴയപ്പെടലാണ് കൊച്ചിക്ക് ഉണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു യൂണിയൻ ബജറ്റിന്. പക്ഷേ നമ്മുടെ കൊച്ചി മെട്രോയ്ക്ക് പോലും ഒരു തുക പോലും നീക്കിവെക്കാതെയാണ് യൂണിയൻ ബജറ്റ് പോയത്. പക്ഷേ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാന ബജറ്റിനോട് മധ്യ കേരളത്തിലുള്ളവരുടെ ഒരു ഉറ്റുനോക്കൽ. ഏതായാലും പ്രതീക്ഷിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ കൊച്ചിക്ക് വേണ്ടി ഉണ്ടാകുമെന്നാണ്. കൊച്ചിയുടെ വികസനം അതിനാനുപാതികമായിട്ടാണ് കേരളത്തിലെ മറ്റ് വികസനങ്ങൾ എല്ലാം തന്നെ കണക്കിലെടുക്കാറ്. ഏറ്റവും എടുത്തു പറയേണ്ടത് IT മേഖലയാണ്. അവിടെ ഏത് തരത്തിലായിരിക്കും ഇടപെടലുകൾ, സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുക എന്നാണ്. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി എങ്കിൽ പോലും അതിൽ ഏതാനും ചില കമ്പനികൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ബാക്കി പ്രോസസ്സിലാണ് എന്ന് പറയുമ്പോൾ പോലും വളരെ മന്ദഗതിയിലാണ്
സ്മാർട്ട് സിറ്റി പദ്ധതി പോകുന്നത്. ഒപ്പം ഇൻഫോ പാർക്കിന്റെ വികസനം, രണ്ടാം ഘട്ട വികസനം കഴിഞ്ഞുവെങ്കിൽ കൂടിയും ഇൻഫോ പാർക്ക് വളരെ വേഗം വികസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി ഇൻഫോ പാർക്കിൽ കൂടുതൽ സ്ഥലം നൽകുമോ, നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഈ IT-യോട് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിൽവർ ലൈൻ പദ്ധതിയാണ്. സിൽവർ ലൈൻ പദ്ധതി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് IT മേഖലയിലുള്ളവരാണ്. സ്വാഭാവികമായും അതിൽ നിന്ന് വേഗം കുറച്ചുകൊണ്ട് ഈ തിരുവനന്തപുരത്തേക്ക്, കൊച്ചിയിലേക്ക്, ബാംഗ്ലൂരിലേക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഇവിടങ്ങളിലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതിയെ എങ്ങനെയായിരിക്കും സർക്കാർ ഇത്തവണ എത്ര കോടി രൂപ അതിന് വേണ്ടി അനുവദിക്കും എന്നതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കൊച്ചി മെട്രോയുടെ ഒരു കാര്യമാണ്. കൊച്ചി മെട്രോയ്ക്ക് IT ഹബായ തൃക്കാക്കരയിലേക്ക് കൊച്ചി മെട്രോ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി ഇത്തവണ വലിയ പ്രതീക്ഷയായിരുന്നു യൂണിയൻ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു രൂപ പോലും നീക്കിവെച്ചില്ല. പ്രത്യേകിച്ചും അവിടേക്ക് ഇതെത്തിയാൽ മാത്രമേ കൊച്ചി മെട്രോയുടെ ഒരു നഷ്ടം കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെട്രോയ്ക്ക് എത്ര രൂപ നീക്കി വെക്കും, മെട്രോയുടെ നഷ്ടം കുറയ്ക്കാൻ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ നീട്ടുന്ന കാര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരിക, ഒപ്പം ഏലൂർ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖല, ഈ ഏലൂർ ഉൾപ്പെടെയുള്ള വ്യാവസായിക മേഖലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൈത്താങ്ങ് ഇത്തവണ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സജിത്. തീർച്ചയായും സുവി, ഞങ്ങളൊന്ന് ഇടപെടുകയാണ്. കാരണം IT മേഖലയുടെ പ്രതീക്ഷകൾ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. സമഗ്രമായി നമുക്ക് എറണാകുളം ജില്ല, കൊച്ചി പ്രതീക്ഷയിൽ തന്നെയാണ്. മെട്രോ ഭാഗമുണ്ട്, വ്യവസായ മേഖലയുണ്ട്, IT മേഖലയുണ്ട്. എന്തായാലും എല്ലാ മേഖലകളും പ്രതീക്ഷയിലാണ് ഈ സംസ്ഥാന ബജറ്റിൽ. നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടുത്തെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, അവരെ എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്, അവരുടെ പ്രതീക്ഷ എന്താണ് എന്നറിയാൻ വേണ്ടി CB അനുമോദ്. മലപ്പുറത്തെ റബ്ബർ മേഖല മാത്രമല്ല, സംസ്ഥാനത്ത് പൊതുവിൽ, കാരണം കേന്ദ്ര ബജറ്റിൽ ഈ കോമ്പൗണ്ടഡ് റബ്ബറിന്റെ ഇറക്കുമതി തീരുവയിൽ വർധനവുണ്ടാക്കുകയും അത് സ്വാഭാവികമായി റബ്ബർ കർഷകർക്ക് നേട്ടമുണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ പൊതുവിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും കൂടുതൽ കാര്യങ്ങൾ സംസ്ഥാന ബജറ്റിലും കരുതി വെക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. അനുമോദ്, ഞങ്ങൾ ഈ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട് റബ്ബർ കർഷകരെ സംബന്ധിച്ച്. അവരുടെ പ്രതീക്ഷകൾ ഈ സംസ്ഥാന ബജറ്റിലേക്ക് എത്തുമ്പോൾ എത്ര കണ്ട് വലുതാണ്, എന്താണ് അവരുടെ ആവശ്യം? ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരം എന്ന സ്ഥലത്തെ റബ്ബർ കർഷകരുടെ കൂടെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ബജറ്റിൽ ഈ കോമ്പൗണ്ട് നികുതി ഇറക്കുമതി ചുങ്കം കൂട്ടിയത് റബ്ബർ കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ, ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റ് എന്ന് വരുന്നത്. നമ്മോടൊപ്പം കർഷകരാണ് ചേരുന്നത്. ഇക്ബാലിക, എങ്ങനെയാണ് ഈ ഒരു ബജറ്റിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഈ ബജറ്റിൽ റബ്ബർ കർഷകർക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ റബ്ബർ കൃഷി വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. നഷ്ടം എന്ന് പറഞ്ഞാൽ വെട്ടുകൂലികൾ, അതുമാതിരി കർഷകൻ കൊടുക്കേണ്ട അതിൻ്റെ വളം ചെയ്യൽ എല്ലാം കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വില വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. കർഷകർക്ക് എല്ലാവരും ഇതിനു മുമ്പ് 200 റുപ്യ വരെ വില വരികയും അതോടനുബന്ധിച്ച് സബ്സിഡിയും ഗവൺമെൻറ് കൊടുത്തിരുന്നു. ഇപ്പം കർഷകന് എന്താ ഇതിൽ പറയാമെന്നില്ല അറിയില്ല, എങ്കിലും ഒരു 200 റുപ്യെങ്കിലും ഒരു കിലോ റബ്ബറിന് വന്നെങ്കിൽ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ വില നോക്കുമ്പോൾ 120, 130, 140 വരെ ഒക്കെ വില കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് വെട്ടുകൂലിയും റബ്ബറിൻ്റെ വളങ്ങൾ, റബ്ബറിൻ്റെ നമ്മുടെ വളം ചെയ്യൽ, പരിപാലനം എല്ലാം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ നഷ്ടത്തിലാണ് പോകുന്നത്. പിടിച്ചു നിൽക്കാൻ ഇനി ഇതെല്ലാം വെട്ടി ഒഴിവാക്കിയിട്ട് വല്ല തെങ്ങോ കഴുങ്ങോ എന്തെങ്കിലും വെച്ചെങ്കിൽ പലരും അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. ആ ഭാഗത്തേക്ക് ചിന്തിക്കാനായിരുന്നു. പിന്നെ അതുപോലെ റബ്ബർ വെട്ടുന്ന കൂലിക്കാരന്, തൊഴിലാളിക്ക് നമ്മൾ കൊടുത്തതുകൊണ്ടും അവൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് നമ്മൾ ദയനീയമായൊരവസ്ഥയാണ്. രാവിലെ 3 മണിക്ക് എണീറ്റ് ഒരു 12 മണി വരെ ആകുമ്പോഴേക്കും അവനൊരു 10-350 റബ്ബർ വെട്ടി ഷീറ്റാക്കാൻ പറ്റുള്ളൂ. അവനും തന്നെ ജീവിച്ചു പോകാൻ, വേറെ ജോലിക്ക് പോകാനും പറ്റില്ല. ഈ തൊഴിൽ അവൻ അറിയുള്ളൂ. അപ്പോൾ അവർക്കും നമ്മൾ കൊടുത്താലും ഇപ്പോൾ 250 പേർക്ക് കൊടുത്താലും നമുക്കൊന്നുമില്ല. വെട്ടുകാരൻ വെട്ടുക, അത് ഒരാഴ്ചയിൽ അവൻ്റെ കണക്കൂട്ടുമ്പോൾ അവന് കൊടുക്കുക എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് കാര്യമായി ഇതിൽ ശ്രദ്ധ ചെലുത്തി ഈ ബജറ്റിലെങ്കിലും
റബ്ബർ മേഖലയ്ക്ക് കാര്യമായൊരു മാറ്റം വരുത്തി. ഒരു 200 റുപ്യയെങ്കിലും താങ്ങുവില ആക്കിയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ത് തോന്നുന്നു, അത്രയ്ക്കൊരു സാധ്യത സർക്കാരിൽ നിന്ന് കിട്ടുന്ന കരുതുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ടാവും. പ്രതീക്ഷ വേണം, അതാണ് വേണ്ടത്. പാവപ്പെട്ട കർഷകർ കുറേ ഉണ്ട് ഇവിടെ, അവർക്കൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നല്ലൊരു വില കണ്ടു കിട്ടണം. അതായത് 200ന്റെ മുകളിലായിട്ട് കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം. 2013 240 അടുത്തൊക്കെ ഉണ്ടായതാണ്. ഉണ്ടായിരുന്നു കുറേ 2013 200ന്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള എല്ലാം ചെയ്തിരുന്നു. റബ്ബർ കർഷകരെ നമ്മുടെ സംരക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. 2013 200, 230, 240 വരെ വന്നിരുന്നെന്ന് നമുക്ക് എന്തെങ്കിലും ആദായങ്ങൾ കിട്ടിയിരുന്നു. ഇതിപ്പോൾ ഈ മേഖല വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കുമതി ചുങ്കം കൂട്ടിയത് നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്, അത് നടക്കും തോന്നുന്നുണ്ട്. ഇതിന്റെ കൂടെ സർക്കാരിന്റെ ഒരു സപ്പോർട്ട് കൂടി വേണമല്ലേ? ചേട്ടൻ റബ്ബർ വെട്ടുന്ന ആളല്ലേ? ഈ റബ്ബറിന്റെ വില കൂട്ടാതെ ഒരു മേഖലയ്ക്കും, പ്രത്യേകിച്ച് ഈ മേഖല അനുബന്ധ തൊഴിലോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ദൈനംദിന കാര്യങ്ങൾ? ദൈനംദിന കാര്യം വളരെ ദയനീയമാണ്. ഈ കിട്ടുന്ന കൂലി കൊണ്ടൊന്നും ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ പറ്റില്ല. വിലക്കയറ്റം ഭയങ്കരമാണ്. എല്ലാ മേഖലയിലും വിലക്കയറ്റം. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൊണ്ട് വർദ്ധിച്ചതുകൊണ്ട് സാധാരണ ഈ കിട്ടുന്ന കൂലി കൊണ്ടൊന്നും ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഒരു 200 രൂപയിലും കിട്ടിയാലേ കർഷകനും തൊഴിലാളിക്കും അതുകൊണ്ടുള്ള മെച്ചമുള്ളൂ. അതേപോലെ ഇപ്പൊ എത്ര രൂപയാണ് ഒരു മരത്തിന് കിട്ടുന്നത്? എങ്ങനെയാണ്? ഇപ്പോൾ 2.25 രൂപ വെച്ചിട്ടാണ് ഒരു മരത്തിന് നമുക്ക് ടൈപ്പിംഗ് കൂലി കിട്ടുന്നത്. പിന്നെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര പണിയാണ്. ഇപ്പോൾ എല്ലാ മേഖലയും തകർന്നു കിടക്കുകയാണ്. സർക്കാർ കാര്യമായിട്ട് ഇടപെട്ടിട്ടുകൊണ്ട് ഇത് വില ഒന്ന് കൂടി ലെവലാക്കണമെന്നാണ്. നിങ്ങൾ റബ്ബർ ഉണ്ടായിട്ട് ഒഴിവാക്കിയ ഒരു കർഷകനാണല്ലേ? അതെ. എന്താന്ന് ഒഴിവാക്കാനുള്ള? അത് പറഞ്ഞാൽ വെട്ടിയാൽ മുതലാവൂല. വെട്ടേർക്ക് കൊടുത്താൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടൂല. വെട്ടേർക്ക് അത് കൊടുത്തില്ലെങ്കിൽ ഓൽക്കും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഒഴിവാക്കി കവുങ്ങ് വെക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ഇത്തവണ ഈ നിങ്ങൾ ഒരു കാലത്ത് വില കൂടിയപ്പോൾ റബ്ബർ വെച്ച്, പിന്നെ വില കുറഞ്ഞപ്പോൾ റബ്ബർ ഒഴിവാക്കി ഇപ്പോൾ കവുങ്ങ് വെക്കേണ്ട അഭിപ്രായത്തിൽ എത്തി. ഇത്തരത്തിൽ ആളുകളൊക്കെ ഈ കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിന്റെ ഇടപെടൽ മാത്രമാണ് നമുക്ക് ഒരു കാര്യമായിട്ടുള്ള സർക്കാർ തന്നെ ഇതിന് മുന്നോട്ട് വന്നെങ്കിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങളുടെ അനുമോദം ഞങ്ങളൊന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മന്ത്രി KN ബാലഗോപാലിന്റെ ഭവനത്തിൽ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ബജറ്റിന്റെ പ്രിന്റ് ചെയ്ത കോപ്പി ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി കൈമാറുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണുക. ഡാൻ കുര്യനും അവിടെ ഉണ്ട്. എന്തായാലും ബജറ്റിന്റെ കോപ്പി ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രിയുടെ വസതിയിൽ ബജറ്റിന്റെ പ്രിന്റ് ചെയ്ത കോപ്പി, അതായത് ബജറ്റ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ അവസാനവട്ട പണികൾ, മിനുക്കുപണികളെല്ലാം പൂർത്തിയാക്കി അതിന്റെ രഹസ്യ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നത് പ്രിപ്പയർഡ് ആയിരുന്നു കേന്ദ്രത്തിൽ നിന്ന്. അത് സാധാരണ ഇതിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതങ്ങനെ കുറയാവുന്നതല്ല. ഏതായാലും അത് വന്നിട്ടുണ്ട്. ഇന്നലെയും ഞാൻ നോക്കി, ഇന്നലെയൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചില പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കാൻ 9 മണിയാകാൻ. പ്രത്യേകിച്ച് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലുള്ള ഒരു ബജറ്റ് കൂടിയാണ്. അപ്പോൾ എന്തായിരിക്കും മാജിക് എന്നുള്ളതാണ്. മാജിക്ക് ഒന്നുമില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, നിങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ജനകീയ മാജിക്കാണ്. ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടുകൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എല്ലാവരും ഒരിക്കലും താങ്ങാൻ വയ്യാത്ത ഭാരം LDF ഗവൺമെന്റുകൾ ഉണ്ടാക്കിയിട്ടില്ല. താങ്ങാൻ വയ്യാത്ത ഭാരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചിലൊരിക്കലൊക്കെ ഉണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട്. നിങ്ങള് അല്ലെ വിനോദിനെ അങ്ങ് വിട.
കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും ബഡ്ജറ്റിന്റെ കോപ്പി ഇപ്പോൾ ധനമന്ത്രിക്ക് കൈമാറിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ഒരു കാരണം കൊണ്ടും ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രതീക്ഷിക്കാത്ത ബഡ്ജറ്റായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇത്തവണത്തെ എന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ അവസാന മണിക്കൂറിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ബജറ്റിന് എപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുണ്ട്. കാരണം അത് മന്ത്രിസഭയോട് പോലും ആശയവിനിമയം നടത്തുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതിനു മുമ്പ് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കും. ഇന്നലെ രാത്രി വൈകിയാണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് അടക്കം നടക്കുന്നത്. അതിനുശേഷമാണ് ഇത് കൈമാറൽ ഇപ്പം നടക്കുന്നത്. ഈ പ്രിൻ്റഡ് കോപ്പി ഇപ്പോഴാണ്, നേരത്തെ കണ്ടിരുന്നത് ടൈപ്പ് ചെയ്ത ഡിജിറ്റൽ കോപ്പിയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റഡ് കോപ്പി മന്ത്രി കാണുന്നതും ഇപ്പോഴായിരിക്കും. എന്തായാലും ഈ ബജറ്റിൻ്റെ കോപ്പി മന്ത്രിക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഡാൻ അവിടെ ഉണ്ടെന്ന് കരുതുന്നു. ഡാൻ, എന്താണ് ഇനി നടപടിക്രമങ്ങൾ? മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നു കഴിഞ്ഞു. മന്ത്രി എപ്പോഴേക്കായിരിക്കും നിയമസഭയിലേക്ക് തിരിക്കുക? സാധാരണ തോമസ് ഐസക്കും മറ്റും ഈ ഔദ്യോഗിക വസതിയിൽ നിന്നും പിന്നീട് AKG സെന്ററിലും മറ്റും പോയി നിയമസഭയിലേക്ക് വരുന്ന പതിവുണ്ടായിരുന്നു. അത്തരം എന്തെങ്കിലും നീക്കം ഈ കെ.എൻ. ബാലഗോപാലിൽ നിന്നും പ്രതീക്ഷിക്കാമോ? അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു സൂചന ഇതുവരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ബജറ്റിന്റെ കോപ്പി ഗവൺമെന്റ് പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥരെത്തി ധനമന്ത്രിക്ക് നേരിട്ടിപ്പോൾ കൈമാറിയിരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരിക്കലും ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് മേൽ ഭാരമാകുന്ന വിധത്തിൽ നികുതി അടിച്ചേൽപ്പിക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ സൂചനകൾ തന്നിട്ടില്ല. അതായത് ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, അല്പസമയത്തിനകം ബജറ്റ് അവതരണത്തിൽ അത് കാണാമെന്ന ഒരു മനോഭാവത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നികുതിയുമായി ബന്ധപ്പെട്ട് ഒരു ഭാരമാകുന്ന വിധത്തിൽ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതികൾ, അങ്ങനെയുള്ള ആവിഷ്കാരങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇവിടെ നിന്ന് പൂർത്തിയാകേണ്ട നടപടിക്രമങ്ങൾ അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിന് ശേഷമാകും. അല്പസമയത്തിനകം ഒരുപക്ഷെ നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ AKG സെന്ററിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതല്ല എങ്കിൽ നേരിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുകയാകും. 9 മണിയോടെയാകും നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുക. സജിത്ത്, തീർച്ചയായും ഡാനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബജറ്റ് കോപ്പി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ധനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇനി അദ്ദേഹം AKG സെന്ററിൽ പോകുമോ അതോ നേരിട്ട് നിയമസഭയിലേക്ക് എത്തുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ആ സസ്പെൻസ് നിൽക്കുകയാണ്. ഇപ്പോൾ ധനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന ആ ബുക്കിലാണ് എന്താണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ നീക്കിയിരിപ്പ്, പൊതുജനങ്ങൾക്കുള്ള തല്ലും തലോടലും എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ബജറ്റിന്റെ സമ്പൂർണ്ണ ചിത്രം പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും. സംസ്ഥാനത്തെ ബജറ്റ് റബ്ബർ കർഷകരെ തലോടുന്ന ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷ എന്തായാലും സാധ്യമാകട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബജറ്റിന്റെ കോപ്പി ധനമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞു. ആ കോപ്പി ലഭിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ പ്രതികരണം കേട്ട ശേഷം നമുക്ക് മടങ്ങി വരാം. രാവിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അതായത് നമ്മള് ബജറ്റൊക്കെ തയ്യാറായി വന്നു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മളെ ചരിത്രത്തിൽ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമെടുപ്പ് പരിധിയിലുണ്ടായ 2200 കോടി രൂപ കട്ടാക്കിയിരുന്നു. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? ഇന്നലെ 2700 കോടി കൂടെ കുറച്ചിട്ടുണ്ട്. അതായത് ഈ ക്വാർട്ടറിലേക്ക് 937 കോടി രൂപ മാത്രമേ ഈ ക്വാർട്ടറിലേക്ക് എടുക്കൂ എന്നുള്ളത് ഇത് വന്നിട്ടുണ്ട്. അത് പിന്നെ സ്ഥിരമായി കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കേരളം മനസ്സിലാക്കേണ്ടതാണ്. മന്ത്രി എന്ന നിലയിലോ ഞാനോ മന്ത്രിസഭയോ ഗവൺമെന്റിനകത്തുള്ളവർ മാത്രം മനസ്സിലാക്കേണ്ടതല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു, ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന പ്രിപ്പയർഡ് ആയിരുന്നു കേന്ദ്രത്തിൽ നിന്ന്. അത് സാധാരണഗതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതങ്ങനെ കുറയാവുന്നതല്ല. ഏതായാലും അത് വന്നിട്ടുണ്ട്. ഇന്നലെയും പിന്നെ ഞാൻ നോക്കി, ഇന്നലെയൊക്കെ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചില പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാത്തിരിക്കുക 9 മണിയാകാൻ. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലുള്ള ഒരു ബജറ്റ് കൂടിയാണ്. അപ്പോൾ എന്തായിരിക്കും മാജിക് എന്നുള്ളതാണ്. മാജിക്ക് ഒന്നുമില്ല. എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, നിങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ജനകീയ മാജിക്കാണ്. ജനങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള
പ്രവർത്തനം. എല്ലാവരുടെയും സഹായത്തോടു കൂടി കേരളം ഒരിക്കലും പിന്നോട്ട് നിൽക്കില്ല, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവരെയും കൂട്ടിച്ചേർത്തുള്ള ഏറ്റവും നല്ല തരത്തിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എല്ലാവരെയും ഒരിക്കലും താങ്ങാൻ വയ്യാത്ത ഭാരം LDF ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ല. അതാണ്, താങ്ങാൻ വയ്യാത്ത ഭാരം ഒരിക്കലും ഉണ്ടാവില്ല. ചെലവ് ചുരുക്കാൻ പ്രതീക്ഷിക്കാം. കാര്യമായി ചെലവ് ചുരുക്കലൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതാണ് ധനമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും അദ്ദേഹം ശുഭപ്രതീക്ഷയിലാണ് അല്ലേ. എന്തായാലും പരിമിതികൾക്കിടയിൽ നിന്നും മികച്ച കരുതൽ നടത്തുമെന്ന ഉറപ്പാണ് ധനമന്ത്രി KN ബാലഗോപാലും പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ റബ്ബർ കർഷകരുടെ ആശങ്ക ഇനി നമ്മൾ പോകുന്ന ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നിരവധി മേഖലകളാണ് ഈ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചത്. കയർ മേഖലയുണ്ട്, ടൂറിസം മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്, എല്ലാ കാലത്തും പറയുന്ന കുട്ടനാട് പാക്കേജ് ഉണ്ട്, അങ്ങനെ കാർഷിക മേഖലയുണ്ട്, അങ്ങനെ നിരവധി മേഖലകൾ ആലപ്പുഴയിൽ പ്രതീക്ഷയാണ്. നമ്മളിപ്പോൾ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പരിഗണന നമ്മൾ കൊടുക്കേണ്ടത് കാർഷിക മേഖലയ്ക്കാണ്, അവിടുത്തെ കർഷകർക്കാണ്. തീർച്ചയായും. അവിടെ തകഴിയിൽ നിന്നും ശരണ്യ സ്നേഹിതരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശരണ്യ, അവിടെ ഒരു കൂട്ടം കൃഷി ഉപേക്ഷിച്ച കർഷകർക്കൊപ്പമാണല്ലേ നമ്മളോടൊപ്പം ചേരുന്നത്? ശരണ്യ, എന്താണ് സാഹചര്യം? കാരണം ഈ നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തതാണ്. കാർഷിക വിളനാശത്തിനപ്പുറം കൊയ്തെടുത്താൽ അത് സംഭരിക്കാൻ ആളില്ല, സംഭരിച്ചാൽ അതിന് പണം ലഭിക്കുന്നില്ല, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നെൽകർഷകർ. ഏത് തരത്തിലുള്ള പരിഗണന ഇത്തവണത്തെ ബജറ്റിൽ വേണമെന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ശരണം നിൽക്കുന്ന തകഴി അടക്കമുള്ള ഇടങ്ങളിലെ സാഹചര്യം എന്താണ്? ആലപ്പുഴയിൽ അത്ര വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം ധനമന്ത്രി തന്നെ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും കഴിഞ്ഞ 25 വർഷക്കാലത്തെ ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലൂടെയാണ് കാർഷിക മേഖല കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ ആളുകൾ വ്യക്തമാക്കുന്നത്. നമ്മൾ സജിത്ത് ആദ്യം ഈ ആളുകൾ കൃഷിക്കാരുമായി സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഇത്രയും വലിയൊരു പാടശേഖരം കാണാം. അതായത് 400 ഏക്കർ വരുന്ന തകഴിയിലെ പാടശേഖരമാണിത്. ഈ പാടശേഖരം 400 ഏക്കർ ആണെങ്കിൽ തൊട്ടടുത്തൊക്കെ കുന്നുമ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ മറ്റ് പാടശേഖരങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം കൃഷി ഉപേക്ഷിച്ച് കിടക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാഴ്ച കണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് കർഷകരിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് തകഴിയിലാണ്. തകഴിയിൽ കൃഷി ഉപേക്ഷിച്ച കർഷകർ നമ്മളോടൊപ്പമുണ്ട്. അവർ പറയുന്നത് ഇത്ര വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, വളരെ ദുഃഖകരമാണ് നിങ്ങളുടെ സ്ഥിതിയെന്ന് എനിക്ക് കുറച്ചു നേരത്തെ തന്നെ മനസ്സിലായി സംസാരിച്ചപ്പോൾ. ഒന്ന് പറയാമോ എന്താ അവസ്ഥയെന്ന്? ഞങ്ങളുടെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ തകഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളുള്ള ഒരു കാർഷിക മേഖലയാണ് തകഴി പഞ്ചായത്ത്. തകഴി കൃഷിഭവന്റെ പരിധിയിൽ ഏകദേശം 74ഓളം പാടശേഖരങ്ങളുണ്ട്. ഈ 74 പാടശേഖരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കൃഷി ഓഫീസർ ഇല്ല എന്നാണ് ഏറ്റവും വലിയ പരിതാപകരമായ ഒരു അവസ്ഥ. ആരെങ്കിലും വന്ന് 2 ദിവസം ഇരിക്കും, 3 ദിവസം ഇരിക്കും, ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ ചെന്ന് ഞാൻ ഓഫീസർ ഇല്ല എന്നുള്ള ആ ഒരു ഇത് കേട്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുക. പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അവരൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ കാർഷിക മേഖലയെക്കുറിച്ച് പറയുവാണെങ്കിൽ തകഴി പഞ്ചായത്തിൽ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് 3 മാസം 4 മാസമായ പാടശേഖരങ്ങൾ. ഈ കരിയാറുമുടിയിലേക്കാരി പാടശേഖരമാണ് ഇത്. ഇതിനപ്പുറത്ത് കുന്നുമ്മ പടിഞ്ഞാറ് വശം പാടശേഖരമുണ്ട്. ആ പാടശേഖരത്തിന് സെക്രട്ടറിയാണ് ഞാൻ. ഇത് ഈ കരിയാറുമുടിയിലേക്കാരിയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടോ മഴ, ഇത് കാണല്ലോ, ഇതൊന്നും വണ്ടിക്കടിക്കാൻ മാർഗ്ഗമില്ലാഞ്ഞിട്ട് വണ്ടി വളവന്ന് കിടപ്പുണ്ട്. അവന് ഡീസൽ ചാർജ് കൊടുക്കാൻ മാർഗ്ഗമില്ലാഞ്ഞിട്ട് അവിടെ കിടക്കുവാണ്. ഇതിന് കള കയറി ഇത് മൂടി ഇത് നശിച്ചു പോകും. ഞങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 5 പാടശേഖരങ്ങൾ കൃഷി ഉപേക്ഷിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ ഈ 5 പാടശേഖരങ്ങൾക്ക് കീഴിൽ? ഏകദേശം 1000-ന് മേളിൽ ഏക്കർ നിലം, 1200 ഏക്കർ നിലം. ഈ 1200 ഏക്കർ നിലത്തിനകത്ത് ഒരു 600-ന് മേളിൽ കർഷകരുണ്ട്. ഈ 600 കർഷകരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന 15,000-നടുത്ത് തൊഴിലാളി കുടുംബങ്ങൾ ഈ തകഴി പഞ്ചായത്തിന്റെ മേഖലകളിലുണ്ട്. അത്രയും വലിയ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുവാണ്. ഞങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ, ഞങ്ങൾ വെറുതെ കൊടുക്കുന്നതല്ല. ഞങ്ങൾ കൃഷിപ്പണി ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്ന് തൊഴിൽ ചെയ്ത് അതിൻ്റെ ഇത് കെട്ടി അന്നം കഴിക്കുന്ന ആൾക്കാർ പട്ടിണിയാവും. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ പമ്പിങ് സബ്സിഡി 3 സീസണായിട്ട് 1 രൂപ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പമ്പിങ് സബ്സിഡി ഞങ്ങളുടെ പാടത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ കോൺട്രാക്ട് കൊടുത്തിട്ട് പിടിക്കാൻ ആരുമില്ല. ഒരാൾ കോൺട്രാക്ട് ഞങ്ങൾ പമ്പിങ് ലേലം നടത്തിയിട്ട് പിടിക്കാൻ ആരും വരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെങ്ങനെ ഇത് കുടിച്ചു പറ്റിക്കുമോ അതോ ഇഞ്ചം വെച്ച് പറ്റിക്കുമോ? ഇത്രയും വലിയൊരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷക്കാലം 25 വർഷക്കാലത്തിനിടയിൽ കാർഷിക മേഖലയിൽ ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. PS അച്യുതാനന്ദൻ സാറ് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലത്ത് കാർഷിക മേഖലയെ അദ്ദേഹം ശരിക്കും സംരക്ഷിച്ചിട്ടുണ്ട്. അന്ന് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം കൂട്ടിയ നെല്ലിൻ്റെ വിലയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടുക. അതിനുശേഷം 2 പ്രാവശ്യം കൂട്ടി. ഇപ്പോൾ ഒരു 3 സീസണായിട്ട് 1 രൂപ കൂട്ടിയിട്ട് ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമായിരുന്നു. എത്ര വർഷക്കാലമായിട്ട് ഇപ്പോൾ 1 രൂപ കൂട്ടിയതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടാതെ? 3 കൃഷിയായിട്ട് പറയുന്ന അദ്ദേഹം
3 വർഷമായിട്ട് പറയാം. സുനിൽകുമാർ സാറ് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് തൊട്ട് പറയുന്ന പ്രഖ്യാപിച്ച 1 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രഖ്യാപനത്തിന് തള്ളിന് യാതൊരു കുഴപ്പമില്ല. ശരിക്ക് തള്ളുന്നുണ്ട് ഇവരെല്ലാം, അല്ലാതെ 1 രൂപ കിട്ടില്ല. ഇപ്പം തന്നെ നമ്മുടെ പ്രസാദ് സാർ പറയുന്നുണ്ട്, എൻ്റെ അമ്മ തൊഴിലുറപ്പുകാരാണ്, തൊഴിലുറപ്പ് ചെയ്താൽ ഞാൻ ജീവിക്കുന്നതെന്ന്. അത്ര അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള താഴ്പട്ടിണിക്കാരൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അദ്ദേഹത്തിൻ്റെ വേദന മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഞങ്ങളെപ്പോലുള്ളവൻ്റെ പാവം പിടിച്ചവൻ്റെ വേദന ഒന്ന് മനസ്സിലാക്കണ്ടേ? 55 കോടി രൂപ ആണല്ലേ ഈ തകഴി പഞ്ചായത്തിൽ നിങ്ങൾക്ക് നെല്ലെടുത്ത്? 55 കോടി രൂപയാണ് ഈ നെല്ലിന്റെ വില മാത്രം കിട്ടാനുള്ളത്. 66 അങ്ങനെ ഈ കൃഷിക്ക് വന്നത്. അതിലുപരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. നേരത്തെ 50 രൂപയുടെ മീനെങ്കിലും മേടിച്ച് ഞങ്ങളിപ്പം ഈ നെല്ല് കൊടുക്കുന്ന സമയത്ത് താലിമാല വരെ കൊണ്ടുവന്ന് ലാസ്റ്റ് പണയം വെച്ച് അത് എടുക്കാൻ പറ്റാതെ വന്ന് കഴിഞ്ഞ കൃഷിക്ക് ഒന്നും കിട്ടിയില്ല. തോനെ ഒരു കിൻഡൽ എടുത്ത് ആ മാല നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ഒന്ന് കൃഷി എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡിങ് ചാർജ്, വള്ളക്കൂലി അതെല്ലാം കൂടെ നമ്മൾ കൊടുത്ത് ഒരു കാരണവശാലും വെളിയിലിറങ്ങാൻ, കടം മേടിച്ച് മുടിഞ്ഞ് വെളിയിലിറങ്ങാൻ മേലാത്ത കണ്ടീഷൻ. മൊബൈൽ സ്വിച്ച് ചാർജ് ചെയ്യാനായിട്ടും അതിന് പൈസ ഇല്ല. അത് അത് കാരണം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം പലരും അങ്ങനെ അവരെ പാത്ത് നമ്മൾ ചിലപ്പോൾ മുറിയൊക്കെ വരുന്നവർ. ഞാനൊരു 25,000 രൂപ ഒരു അണ്ണാച്ചിയുടെ നിന്ന് മേടിച്ച് ആഴ്ച 2,000 രൂപ വീതം കൊടുക്കുന്നത്. ആ പുള്ളി വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വീട്ടുകാരിയോട് പറയും ഇല്ലെന്ന് പറഞ്ഞാക്കാൻ പറയും. ഇങ്ങനെ ഇപ്പോൾ ആ സമയം പോലും നടക്കുക നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ചാകത്തൊന്നൊന്നുമില്ല, ആത്മഹത്യ അങ്ങനെ എന്നുള്ള അതിനൊന്നുമില്ല. ഇതിന് മുൻകൈയെടുത്ത് പിണറായി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഈ ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് നോക്കുക. ഈ നെല്ലിൻ്റെ പൈസ തുച്ഛമായി 1 കിൻഡൽ താഴെയുള്ളവരുണ്ട്, 1 കിൻഡൽ കിട്ടിയവരുണ്ട്. ആ കിട്ടുന്ന ഉള്ള പൈസയെങ്കിലും ഈ ബ്ലേഡിൽ നിന്ന് പൈസ മേടിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. ഈ വളങ്ങൾക്കൊക്കെ വലിയ തോതിൽ വില കൂടിയിട്ടുണ്ട്, അതേസമയം കൂലി വലിയ തോതിൽ വർധന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നമുക്കൊരു നേട്ടമില്ല, കൃഷി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു തൊഴിൽ മാത്രമാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും നമുക്ക് 100 രൂപ കാശ് കടം മേടിക്കാൻ പറ്റും കൃഷി. അപ്പോൾ കാർഷിക മേഖല ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും ഇനി ചെയ്യത്തില്ല. വരും തലമുറ കാർഷിക മേഖലയിലോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല. നമ്മുടെ ഇത് കണക്കിൽ ഇതുപോലൊരു സർക്കാർ, ഈ കാർഷിക മേഖല എന്നറിയാത്ത മന്ത്രിമാർ, ഒരു മന്ത്രിയാക്കുമ്പോഴത്തേക്ക് അതിന് കാർഷിക മേഖല എന്താണെന്നൊക്കെ പുള്ളി മനസ്സിലാക്കണം. അതിനുപോലും ചിന്തിക്കാത്ത ഇവിടെ ഞങ്ങൾ പലരും മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാറുണ്ട്, ഫോൺ എടുക്കാറില്ല. അതുമായി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത്. നിങ്ങൾ മാത്രമല്ല കർഷകരെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അന്നുള്ള അന്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഈ രാവിലെ 6 മണിയാകുമ്പോൾ പാടത്തിറങ്ങും, രാത്രി 7 മണിയാകുമ്പോൾ കയറുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ കാർഷിക മേഖല വരുന്നത്. പക്ഷേ വളത്തിൻ്റെയൊക്കെ വില ഇതിനൊന്നും സർക്കാർ യാതൊരു ഇടപാടുമില്ല. എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ബഡ്ജറ്റിലൊക്കെ? കാരണം കേന്ദ്ര ബഡ്ജറ്റിലും അങ്ങനെ കാര്യമായ ഒന്നും ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലും മറ്റേ ഷിപ്പ് യാർഡിന് വേണ്ടിയിട്ടും സ്പൈസസ് ബോർഡിന് വേണ്ടിയിട്ടും റബ്ബർ ബോർഡിന് വേണ്ടിയിട്ടും മറ്റ് മേഖലകൾക്കൊക്കെ ഒരുപാട് ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയെക്കുറിച്ച് വലിയ ഒരു പ്രഖ്യാപനമൊന്നുമില്ല. കേരള ഗവൺമെന്റിന്റെ ഇന്നലത്തെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളും ഇന്നലത്തെ മനോരമ പത്രത്തിൽ കുറെ കാര്യങ്ങൾ കൊടുത്തു. അതിനകത്തും എന്തെങ്കിലും പ്രതീക്ഷ ഇത്തവണ ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ കൊടുത്ത അന്നത്തിന്റെ പൈസ കിട്ടാതെ ഇനി ഞങ്ങൾ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ? അതാണ് അവസ്ഥ. കടുത്ത നിരാശയിലൂടെയാണ് കാർഷിക മേഖല കടന്നു പോകുന്നത്. അവർ പറയുന്നത് അവർ ജോലിയെടുത്ത് കൊടുത്ത നെല്ലിന്റെ വിലയെങ്കിലും കിട്ടാനുള്ള ഒരു കനിവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ്. ഒട്ടും പ്രതീക്ഷാവഹമായ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു പ്രതീക്ഷ ഈ കർഷകർ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. കടുത്ത നിരാശയിലൂടെയാണ് കാർഷിക മേഖല കടന്നു പോകുന്നത്. സജിത്, രഞ്ജിനി. തീർച്ചയായും ശരണ്യാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനിടെ ഈ കാർഷിക മേഖലയടക്കം വലിയ രീതിയിൽ നഷ്ടം നേരിടുന്ന ഒരു രംഗം. ഒപ്പം തന്നെ ഈ ആലപ്പുഴയുടെയോ തകഴിയിലെയോ മാത്രം ചിത്രമല്ല, സംസ്ഥാനത്തെ പൊതുവിൽ നെൽകർഷകർ നേരിടുന്ന പൊതുപ്രതിസന്ധിയാണ്. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, അതായത് വലിയ വിളവെടുത്താൽ പോലും അത് സംഭരിക്കാനാളില്ല. നമ്മൾ തുടർച്ചയായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവെക്കാറുണ്ട്. ഈ നെൽ കൊയ്തെടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്, മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുകയാണ്. അത് സംഭരിക്കാൻ ആളില്ലാത്ത കർഷകരുടെ ആശങ്കകളൊക്കെ നമ്മൾ ഇതിനു മുമ്പും പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടക്കമുള്ള മേഖലകളിൽ സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദിന്റെ സ്വന്തം ജില്ല കൂടിയാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുക. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, മുൻ കൃഷിമന്ത്രി പി സുനിൽകുമാറിനെതിരെ അടക്കം വലിയ വിമർശനമാണ് കർഷകർ അവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും സർക്കാരുകൾ കർഷകരുടെ വേദന കാണാതെ പോകുന്നു എന്ന പൊതുവിമർശനം അത് വീണ്ടും സജീവമായ ഒരു ബജറ്റ് കാലത്ത് ഉയരുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കർഷകർക്ക് എന്ത് കൈത്താങ്ങ എന്ന ചോദ്യമുണ്ട്, അവരുടെ ആകാംക്ഷയുണ്ട്. എന്തായാലും അതിനൊക്കെ ഉത്തരം ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും വളരെ നന്ദി ശരണ്യ. രാവിലെ തന്നെ കർഷകരുടെ ഒരു വികാരം അത് നമ്മൾ കൃത്യമായി തന്നെ എത്തിക്കാൻ
കഴിഞ്ഞതിന്. എന്തായാലും നമ്മളിനി ഒരു ഇടവേള, പ്രഭാത കേരളത്തിൽ ഒരു ഇടവേളയിലേക്കാണ് പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന്. പ്രഭാത കേരളം തുടരുകയാണ്. ഇനി 1 മണിക്കൂർ മാത്രമാണ് സംസ്ഥാന ബഡ്ജറ്റിനായി മിച്ചമുള്ളത്. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലെത്തും. 9 മണിയോടുകൂടി തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. പ്രേക്ഷകർക്ക് സസ്പെൻസ് ഉണ്ട്. ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന 2 MLA-മാർ ഞങ്ങൾക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം അവർ ഈ ബജറ്റ് അവതരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബജറ്റ് പ്രതീക്ഷകൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. ഒരാൾ ഭരണപക്ഷവും ഒരാൾ പ്രതിപക്ഷവുമാണ്. സ്വാഭാവികമായും അവരുടെ അഭിപ്രായങ്ങൾക്ക് ഏകസ്വരത്തിനിടയിലും ഒരു ഭിന്നസ്വരമുണ്ടാകാം. എന്തായാലും ആ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ഒപ്പം തന്നെ കേരളത്തിന്റെ പൊതുചിത്രവും നമുക്കറിയാം. അപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണൂ 2 MLA-മാർ. ഒന്ന് ഒറ്റപ്പാലം MLA പ്രേംകുമാർ, ഒപ്പം തന്നെ മണ്ണാർക്കാട് നിന്നും N ഷംസുദ്ദീൻ. 2 പേരും പാലക്കാട് ജില്ലക്കാരാണെന്ന പ്രത്യേകതയുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ ജില്ലകളെ ബാധിക്കുന്ന പൊതുവായ ഒത്തിരി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സഭയാണ്. പ്രത്യേകിച്ച് മണ്ണാർക്കാട് അറിയാം, പുലി കുടുങ്ങി വലിയ പ്രശ്നമുണ്ടായ അടുത്തിടെയുണ്ട്. അപ്പം ഈ ബജറ്റിലേക്ക് വരുമ്പോൾ താങ്കളൊരു പ്രതിപക്ഷ മുഖം കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ബജറ്റിന് ശേഷം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഈ ബജറ്റിൽ നിന്നും പ്രതിപക്ഷം മുഖ്യമായും പ്രതീക്ഷിക്കുന്നത് എന്ത്? അതിനപ്പുറം നമുക്ക് അതിൻ്റെ ഡീറ്റെയിലുകളിലേക്ക് പിന്നെ പോകാം. അല്ല, ഈ ഇന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യമുണ്ട്. വളരെ മോശമായൊരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉള്ളത്. അതിന് കഴിഞ്ഞ 7 വർഷമായി തുടർന്ന് വന്ന ഭരണരീതികൾ ഒരു കാരണമാണ്. ഇപ്പോൾ ഒരു കാലത്തും ബഡ്ജറ്റ് മോശമാകണമെന്നോ ഇവിടെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കരുത് എന്നോ ആരും ആഗ്രഹിക്കില്ല. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും. പക്ഷേ എന്ത് മോഹിച്ചാലും ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതിന് വളരെ ശക്തമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ധനസ്ഥിതി ഇത്രത്തോളം മോശമായൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. പിന്നെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിച്ച ഒരുപാട് ഇനങ്ങൾ, നിങ്ങൾ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് ഇനങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. വലിയ വലിയ പദ്ധതികൾ ആ ജില്ലയിൽ അത് തുടങ്ങും, ഈ ജില്ലയിൽ ഇത് തുടങ്ങും, പിന്നെ തീരദേശ പാത, മലയോര ഹൈവേ, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഇനങ്ങൾ തുടങ്ങാൻ പോലും കുട്ടനാട് പാക്കേജ്, വയനാട് പാക്കേജ്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ബഡ്ജറ്റിൽ ഇങ്ങനെ നമുക്ക് പറയാമെന്നല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ സാമ്പത്തിക സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ ശക്തമായൊരു ഘടകമുണ്ട്. പിന്നെ ഇപ്പോഴുള്ള പ്രധാന തർക്കം എന്താണ്? കിഫ്ബിക്ക് വേണ്ടി നമ്മൾ വാങ്ങിക്കൂട്ടിയ കടം സംസ്ഥാന കടത്തിൻ്റെ ഭാഗമായി കേന്ദ്രം കാണുകയാണ്. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് കടപരിധി കുറയുന്നത്. ഇപ്പോൾ ഇന്നും പത്രത്തിൽ വായിച്ചത് 27,700 കോടി വീണ്ടും വെട്ടിക്കുറച്ചു എന്നാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ വികസനത്തെയാണ് ബാധിക്കുന്നത്. മാത്രമല്ല കിഫ്ബിയുടെ പണം തിരിച്ചടക്കുന്നത് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് കിട്ടുന്നതൊന്നും റീപ്രൊഡക്റ്റീവ് അല്ല. കിഫ്ബിക്ക് വേണ്ടി വായ്പ എടുത്തിട്ട് റീപ്രൊഡക്റ്റീവായ ഒരു പദ്ധതിയാണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചടക്കാം. ഇത് അതുപോലെയല്ല. തിരിച്ചടവ് എവിടുന്ന? നമ്മുടെ സ്റ്റേറ്റ് റവന്യൂവിൽ നിന്നാണ്. അപ്പോൾ അത്രയും ഇവിടുത്തെ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും കുറയാണ്. അപ്പോൾ ആ നിലക്ക് എല്ലാ നിലക്കുമുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാലത്ത് വലിയ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന നാടിൻ്റെ കാലാനുസൃതമായ വികസനത്തിന് ആവശ്യമായ ഒരുപാട് പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും വിഹിതം കിട്ടണമെന്നാണ് ആഗ്രഹം. തീർച്ചയായും അങ്ങനെ വലിയൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്താണ് ഇതിൽ LDF-ന് സൂചിപ്പിക്കുന്നത്? പ്രതിപക്ഷം പോലും വലിയ ക്ഷേമ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. ഈ രഞ്ജിനിക്ക് നേരത്തെ പറയാൻ നമ്മൾ കിഫ്ബിയാണ് ഇടതുപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി ഒത്തിക്കെട്ടുന്നത്. പക്ഷേ ധനമന്ത്രിക്ക് പോലും ഇപ്പം കിഫ്ബിയിൽ അങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ആ തരത്തിൽ ക്ഷേമം പ്രതീക്ഷിക്കാമോ? എന്താണ് നിങ്ങളുടെ ഒരു ട്രെൻഡ്? നിശ്ചയമായും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ 2ാം പിണറായി സർക്കാരിലെ ധനമന്ത്രി ശ്രീ KN ബാലഗോപാലിൻ്റെ 2ാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് 9 മണിക്ക് അവതരിപ്പിക്കപ്പെടുക. നാം കാണേണ്ടത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് കേന്ദ്ര ബജറ്റിൻ്റെ പൊതുസ്ഥിതി എന്താണ് എന്ന് അവലോകനം ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഞാൻ പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് യഥാർത്ഥത്തിൽ കേരളം രാജ്യത്തിന് നൽകുന്ന പല മേഖലയിലുള്ള സംഭാവനയുടെയും പ്രത്യേകതയുടെയും എല്ലാം ഭാഗമായി ഒരു മികച്ച പരിഗണന കേരളത്തിന് ലഭിക്കുമെന്നായിരുന്നു. മികച്ചത് പോയിട്ട് ഒരു പരിഗണനയിലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കടുത്ത അവഗണനയാണ് കേരളത്തോട് കാണിച്ചത്.
കേരളത്തിൻ്റെ റെയിൽവേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്, ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ തൊഴിൽ സാധ്യതകളെ, കേരളം വൈജ്ഞാനിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ, വിദ്യാഭ്യാസ ആരോഗ്യ സേവന രംഗത്ത് കേരളം ലോകത്തിന് മാതൃകയായതിനെ പ്രശംസിച്ചതോടൊപ്പം ആ രംഗത്ത് കേരളത്തിന് സഹായകരമായിട്ടുള്ള ഒന്നും നമുക്ക് ലഭിക്കേണ്ടായില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഒരു ബദൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷമുള്ളതിനേക്കാൾ പുരോഗതി കൈവരിച്ച സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ട അവസ്ഥയിൽ കേരളം എത്തി എന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 12.1% സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും നേട്ടം നമ്മൾ കൈവരിക്കുകയാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ അതുതന്നെയാണോ സർക്കാരിന്റെ LDFന്റെ ഒരു ആത്മവിശ്വാസം? ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ദിവസം ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വെക്കുന്നു. അതിൽ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ച പോലെ 12.1 വളർച്ച. അതുതന്നെയാണോ ഈ ബജറ്റിന് തൊട്ടു മുമ്പുള്ള ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം സർക്കാരിനെ സംബന്ധിച്ച്? നിശ്ചയമായും കേന്ദ്രം എങ്ങനെയെല്ലാം വെട്ടിക്കുറച്ച് കേരളത്തെ പരിമിതപ്പെടുത്താനും കേരളത്തെ ഒതുക്കാനും ശ്രമിച്ചാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കേരളത്തിനുണ്ട്. കടത്തെ സംബന്ധിച്ചു കൂടി ഒരു വാക്ക്. കേരളത്തിന് ഒരു സ്വകാര്യ വ്യക്തി കടമെടുക്കുന്നത് പോലെ അങ്ങനെ ഇഷ്ടപ്രകാരം കടമെടുക്കാൻ പറ്റുമോ? ഒരു സംസ്ഥാനം കടമെടുക്കുമ്പോൾ നിശ്ചയമായും അതിന് നിബന്ധനകളും മാനദണ്ഡങ്ങളും ഉണ്ട്. കേരളം കടമെടുക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി വേണ്ടേ? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും വായ്പ എടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അപ്പോൾ കേരളത്തിന് അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടെന്ന തലത്തിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടല്ലേ കേരളത്തിന് കടമെടുക്കുന്നതിന് അനുമതി നൽകുന്നത്. കേരളം എന്തിനു വേണ്ടിയാണ് കടമെടുക്കുന്നത്? എൻ്റെയും ശ്രീ ഷംസുദ്ദീൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വന്നിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, സ്കൂൾ കെട്ടിടങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. കേരളം സാമൂഹ്യ രംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടം ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന നേട്ടമല്ലേ? അതിനെ നാം നേട്ടമായി കാണണ്ടേ? ആ നേട്ടങ്ങൾ തുടരണ്ടേ? അതിന് നമുക്ക് സഹായകരമായിട്ടുള്ള ഒരു സമീപനം വേണ്ടേ? അതാണ് നാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. എന്തായാലും നമുക്ക് ഈ ബജറ്റിൻ്റെ തുടക്കത്തിൽ, ബജറ്റ് അവതരണത്തിന് മുമ്പ് വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകേണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പകരം ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും അതെ, അവിടെ നമ്മുടെ സംസ്ഥാനം നേരിട്ട ഒരു പുതിയ പ്രതിസന്ധിയാണ് കാട്ടിലിറങ്ങി വരുന്ന വന്യത എന്ന ഒരു പ്രശ്നം. അതെ, അത് പാലക്കാടിലല്ല, വയനാട്, ഇടുക്കി, അതെ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം മുൻകാലങ്ങളിലൊക്കെ ഇത് തടയാനുള്ള ചില പദ്ധതികളും ചില ആലോചനകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ നമ്മുടെ ബജറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് കൂടുതൽ കരുതൽ നൽകിയുള്ള ചില ശ്രമങ്ങളും പ്രഖ്യാപനങ്ങളും ആവശ്യമായി വരില്ല. അല്ല, ഈ വിഷയം ഇപ്പോൾ ഇന്നലെയും നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് മിനിയാന്ന് ചർച്ച ചെയ്ത ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കുറച്ച് മുമ്പ് തന്നെ കാണേണ്ടതായിരുന്നു. ഇനിയും കാണാതെ പോയാൽ ഇതൊരു നിത്യസംഭവമായിട്ട് മാറും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കോഴിക്കോട്ടിൽ മണ്ണാർക്കാട് 2 ദിവസം മുമ്പ് പുലിയെ കണ്ടു. പിന്നെ പുലി കടിച്ചിട്ട്, കടുവ കടിച്ചിട്ട് ആളുകൾ മരിക്കുന്നു. ഇത് നിത്യസംഭവമാണ്. ആന പാലക്കാട് ധോണി ഉൾപ്പെടെ, അട്ടപ്പാടി ഉൾപ്പെടെ എല്ലാ മേഖലയിലും ആനയെ കാണാത്തൊരു ദിവസമില്ല. അപ്പോൾ ആനകൾ പെരുകി. ഇതിന് വളരെ ശാസ്ത്രീയമായ ശക്തമായ ഒരു സമീപനം ഉണ്ടാവും. ഇന്നലെയും മന്ത്രി പറഞ്ഞത് പഠിക്കുകയാണെന്നാണ്. ഇനി ഇതിലൊന്നും പഠിക്കാൻ സമയം കളയാൻ നമുക്കില്ല. അപ്പോൾ ഇതിൽ പല നിർദ്ദേശങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, കാട്ടിൽ നിന്ന് ഈ വന്യമൃഗങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള പിന്നെ അവിടെ വെള്ളം, അവക്കാവശ്യമായ ഭക്ഷണങ്ങൾ. ഇത് മുമ്പ് UDFൻ്റെ സമയത്ത് ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോഴുള്ള പ്രപ്പോസലാണ്. അന്ന് അതിന് ചെറിയ തുടക്കങ്ങളുണ്ടായിരുന്നു. ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ കാട്ടിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. കാരണം മഴക്കാലത്ത് അതിലുണ്ടാകുന്ന ജലസംഭരണികളായിട്ട് മാറ്റാൻ. പിന്നീട് ആ പദ്ധതികൾക്കൊരു തുടർച്ചയുണ്ടായില്ല. അതുപോലെ ഈ ആന തേടി വരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് പുറത്ത്. അത് അകത്ത് കിട്ടിയാൽ പിന്നെ പുറത്തേക്ക് വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫെൻസിങ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതിപ്പോൾ ആന അത് മറികടക്കാൻ തുടങ്ങി. ഫെൻസിങ് ഉണ്ടായാൽ തന്നെ അതിന് പരിപാലനം ഉണ്ടാവണം. പിന്നെ ട്രെഞ്ച്, ഇങ്ങനെ കുറേ സംഗതികൾക്ക് നിർദ്ദേശമുണ്ട്. ഇതിനൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ആവശ്യമായ ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടാവാറില്ല. അതിനൊരു വലിയ തുക ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് മാറ്റിവെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രത്തോളം ഈ വന്യമൃഗശല്യം തടയാൻ നമ്മൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ പ്രവർത്തനങ്ങൾ ചെറിയ മേഖലകളിൽ കിലോമീറ്ററുകൾ ഫെൻസിങ് നടത്തിയിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ കൃഷിയോ മറ്റ് ആൾട്ടർനേറ്റീവ് വഴികളോ ഒന്നും ഈ സമയത്ത് ഉണ്ടായിട്ടില്ല. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഈ നിലയിൽ പോവുകയാണെങ്കിൽ ജനജീവിതം പോലും സാധ്യമല്ലാത്ത വിധത്തിലേക്ക് നമ്മുടെ മലയോര മേഖലകൾ മാറും. ഇവർ മുമ്പ് പറഞ്ഞ കണക്കൊന്നും കറക്റ്റല്ല. ഒരു 250 കിലോമീറ്ററിൽ ഒരു പുലിയോ ഒരു കടുവയോ, ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല, വനം വകുപ്പിൻ്റെ കണക്കാണ്,
ഈ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കാണ്. ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലിയോ ഉണ്ടാവാറുള്ളൂ. നമ്മൾ നാട്ടിൽ പറയാറുണ്ട് ഒരു കാട്ടിലൊരു സിംഹം മതി എന്നൊക്കെ. ഇതൊക്കെ വെറുതെയാണ്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മണ്ണാർക്കാട്ടെ 2 പഞ്ചായത്തിൽ 2 തരത്തിൽ ഇതിനെ കാണുകയാണ്. ഒന്ന് കോഴിക്കോട്ട് കണ്ടു, വേറൊന്ന് ഒരു പുലിയും 2 കുട്ടികളെയും സ്ഥിരമായിട്ട് കാണുന്നു. ആളുകൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ വളരെ വലിയ ബഡ്ജറ്ററി സപ്പോർട്ട് ഇതിനുണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധി തീർക്കാൻ കഴിയൂ. പ്രേംകുമാർ, ഈ ഒരു ബജറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് ഏറ്റവും ആകർഷകമായ ചില പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട് പതിവിൽ. ഉദാഹരണം പറയുമ്പോൾ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തായാലും ഒരു വൻകിട പദ്ധതിയുടെ പ്രഖ്യാപനമൊന്നും കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. പകരം ഈ ക്ഷേമ പെൻഷൻ എന്ന ഒരു ആകർഷകമായ പ്രഖ്യാപനം പൊതുവിൽ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്, പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത്തരമൊരു കരുതൽ ഈ ബജറ്റിൽ ഉണ്ടാകുമോ? സാമൂഹ്യ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുമെന്ന് ധനമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. കേരളം ബദലുയർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പെൻഷനിൽ വർധനവുണ്ടാകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാധ്യതയുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിശ്ചയമായും ഒരു പെൻഷൻ്റെ മാത്രം കാര്യത്തിലല്ല, സാമൂഹ്യ സുരക്ഷയുടെ കരുതലിൻ്റെ ഒരു തണൽ കേരളത്തിന് എല്ലാവർക്കും ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടി നിശ്ചയമായും അതിൻ്റെ ഉള്ളടക്കം നമ്മുടെ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാം. ഭാവി കേരളത്തിന് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാകുന്ന ഒട്ടനേകം നല്ല പ്രവർത്തനങ്ങളുണ്ടാകും. ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, വലിയ പ്രഖ്യാപനങ്ങളുടെ ഒരു കാര്യമെടുത്താൽ LDF മാറി UDF വരുമ്പോഴോ UDF മാറി LDF വരുമ്പോഴോ ഉള്ളൊരു വ്യത്യാസം LDFിൻ്റെ തുടർച്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. ഇത് കഴിഞ്ഞ 5 വർഷം, അതിനുശേഷം വന്ന 2 വർഷം ആ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച അതിന് സാധ്യമാക്കുന്ന നിലയിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാടിറങ്ങുന്ന വന്യതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു മേഖല കാർഷിക മേഖലയാണ്. പലപ്പോഴും നെല്ല് സംഭരിച്ച് അതെടുക്കാൻ ആളില്ലാതെ കർഷകർ ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്ക് വേണ്ടി ഈ ഒരു ബജറ്റിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതുതന്നെ ഈ കാർഷിക മേഖലയിൽ ഇപ്പോഴും നെല്ല് സംഭരണത്തിൽ പണം കൊടുക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് പലരും പിറകോട്ട് പോകുന്നു. ഈ പറഞ്ഞ കാടിറങ്ങുന്ന ഭീകരതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മനുഷ്യജീവൻ അപായം വരുന്നതോടൊപ്പം തന്നെ ധാരാളം കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. മലയോര മേഖലയിൽ ഒന്നും കൃഷി ചെയ്യാൻ വയ്യ. കുരങ്ങ്, പന്നി, ആന, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോലും വളരെ കുറവാണ്. അത് വളരെ വൈകിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഈ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്ന ഇതിനുള്ള തടയാനുള്ള സംവിധാനം, അത് ഞാനീ പറഞ്ഞ പോലെ വലിയ ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൃഷിയിടത്തിലേക്കും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കും ഇവ വരാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്ന് അതുണ്ടാവണം. കൃഷിക്കാരന് ഇതുപോലെ തന്നെ നെല്ലൊക്കെ സമയത്തിന് സംഭരിക്കാൻ കഴിയണം. ഇപ്പോൾ തേങ്ങ, പാലക്കാട് കുറച്ച് ചില മേഖലകളിൽ ശക്തമായ നാളികേര കൃഷിയുള്ള മേഖലയാണ്. തേങ്ങയുടെ വില വളരെ താഴോട്ടാണ് പോയിട്ടുള്ളത്. സംഭരണത്തിനുള്ള കാര്യങ്ങളുണ്ടായില്ല. റബ്ബർ പലയിടത്തുണ്ട്. റബ്ബറിന് മുമ്പ് അന്നത്തെ നിലക്ക് 150 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. ഇപ്പോൾ 10 കൊല്ലത്തോളമായി അന്നൊരു താങ്ങുവില പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനുശേഷവും കാര്യമായ ശ്രമങ്ങൾ ആ മേഖലയിൽ ഉണ്ടായില്ല. അപ്പോൾ റബ്ബർ പ്രശ്നമാണ്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. നെല്ലിൻ്റെ കാര്യത്തിൽ സംഭരണത്തിൻ്റെതായ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശക്തമായ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പാലക്കാട് ഈ പച്ചക്കറി കൃഷിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ വലിയ തോതിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. അതിനുണ്ടാകുന്ന പദ്ധതികളില്ല. അപ്പോൾ അട്ടപ്പാടിയിൽ തന്നെ ഒരു മില്ലറ്റ് വില്ലേജ് പദ്ധതിയുണ്ട്. ചെറുധാന്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്ന സ്ഥലമാണ് അട്ടപ്പാടി. ആ പ്രോജക്റ്റും വേണ്ടത്ര ഒരു സ്പീഡിൽ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിച്ചത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംഭരണവും പിന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കലും അതിൻ്റെ മറ്റ് പ്രോസസ്സുകളൊക്കെ ചെയ്യാനുള്ള ഇത് ഒരു മില്ല് മാത്രമാണുള്ളത്. ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വലിയ ഡിമാൻഡുണ്ട്, ആഗോളതലത്തിലുണ്ട്. കാരണം ഈ പിന്നെ മുളയരി, അതുപോലെ തന്നെ തിന, ചാമ, ചോളം, രാഗി, ഇതിനൊക്കെ വലിയ ഡിമാൻഡുണ്ട്. ചെറുധാന്യങ്ങൾ ഇപ്പോൾ ഈ വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. അപ്പോൾ അതിലൊക്കെ കാര്യമായൊരു ഫോക്കസ് ഉണ്ടാവുകയാണെങ്കിൽ വലിയ മാറ്റം പാലക്കാടിൻ്റെയും മണ്ണാർക്കാടിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പൊതുധനസ്ഥിതി വലിയ പ്രഖ്യാപനങ്ങൾക്ക് തടസ്സമാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ യോജിക്കുന്നു. റിയാലിറ്റിയാണ്. നമ്മളതിൽ പൊളിറ്റിക്സ് കാണേണ്ട കാര്യമില്ല. ഇന്നത് റിയാലിറ്റിയാണ്. എന്തായാലും വളരെ നന്ദി ഈ രാവിലെ ഈ തിരക്കിനിടയിൽ നിങ്ങളിവിടെ വന്നതിനും പ്രതീക്ഷകൾ പങ്കുവച്ചതിനും.
എന്തായാലും ഈ വിയോജിപ്പുകൾക്കിടയിലും സംസ്ഥാന വികസനം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് രണ്ടുപേർക്കും രണ്ട് ജനപ്രതിനിധിക്കും ഒന്നിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം ബജറ്റും വളർത്തുമെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെ നന്ദി. അപ്പോൾ രണ്ട് പ്രധാന ജനപ്രതിനിധികൾ അവരുടെ ബജറ്റ് പ്രതീക്ഷകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള അവരുടെ ആ പ്രതീക്ഷകൾക്കൊപ്പം നമ്മുടെ ബജറ്റും ഉണ്ടാവട്ടെ. നമ്മൾ നേരിടുന്ന പുതിയ കാല പ്രതിസന്ധിയായ കാടിറങ്ങുന്ന വന്യത എന്ന പുതിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകട്ടെ ഈ ബജറ്റിൽ എന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഇടവേളയിലേക്കാണ്. ബജറ്റ് തുടങ്ങാൻ ഇനി അരമണിക്കൂർ മാത്രമാണ് മിച്ചമുള്ളത്. വളരെ വേഗത്തിൽ വിശകലനങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൈത്തറി വ്യവസായ മേഖലയിൽ ഓരോ ബഡ്ജറ്റിലും മെച്ചപ്പെട്ട ഫണ്ട് അനുവദിച്ചുകൊണ്ട് സൗജന്യ സ്കൂൾ യൂണിഫോം ഇവിടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് ആ മേഖലയിലെ തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുന്ന നടപടിയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ കൂലി കുടിശ്ശിക ഉണ്ട്, 3-4 മാസത്തെ കൂലി കിട്ടാൻ ഇപ്പോൾ ബാക്കിയുണ്ട് ചില പ്രതിസന്ധിയുണ്ട്. പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് ലഭിക്കും. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ബഡ്ജറ്റിൽ ഒരു നല്ലൊരു സംഖ്യ ബഡ്ജറ്റിൽ വകയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ സംബന്ധിച്ചോളം കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൻ്റെ ഫലമായി നമുക്ക് കേരളത്തിന് കിട്ടേണ്ട GST വിഹിതമടക്കം ശരാശരി അതിലെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഓരോ സന്ദർഭത്തിലും ന്യായമായിട്ടും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നൽകാതിൻ്റെ പ്രതിസന്ധി കേരളത്തെ സംബന്ധിച്ചോളം ഉണ്ട്. ആ പ്രതിസന്ധിക്കിടയിലും ഇതുപോലെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ആ ബഡ്ജറ്റിൽ നല്ലൊരു സംഖ്യ നീക്കിവെക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്തായാലും ബജറ്റ് അവതരണത്തിന് ഇനി ചുരുങ്ങിയ അരമണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. കെ.എൻ. ബാലഗോപാൽ മന്ത്രി അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങും. അദ്ദേഹം AKG സെന്ററിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബജറ്റ് പ്രതീക്ഷകൾ ഏത് തരത്തിലാണ്, ജനങ്ങൾ എങ്ങനെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത് എന്ന വിഷയത്തിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്തെന്ന് പറയുമ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. ജനങ്ങളെല്ലാം പ്രതീക്ഷയിലാണ്. വ്യവസായ മേഖലയുണ്ട്, ഒപ്പം തന്നെ കശുവണ്ടി മേഖലയുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, തീരദേശമുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷയിലുമാണ്. അതെ, ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയിലാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്, മത്സ്യത്തൊഴിലാളി മേഖല. ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും ഷാനോസ് ഡേവിഡാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ഷാനോസ്, നമ്മൾ യൂണിയൻ ബജറ്റിന് കേന്ദ്ര ബജറ്റിന്റെ അന്ന് തന്നെ ഈ ഹാർബറിലെ പ്രതീക്ഷകൾ പങ്കുവച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് ചില നീക്കിയിരിപ്പൊക്കെ കേന്ദ്ര ബജറ്റിൽ പൊതുവിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വാനോളം പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷ എന്തൊക്കെയാണ്, അവർ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഇടപെടൽ ബജറ്റിൽ ഉണ്ടാവണമെന്നതാണ് അവരുടെ ആവശ്യം. എന്താണ് അവരുടെ പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും ഒക്കെ? സൈത്തെ, കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ 6000 കോടി രൂപയുടെ പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി വകയിരുത്തുമ്പോൾ ഇന്ന് സംസ്ഥാന ബജറ്റിൽ എത്രത്തോളം തുക ഏതൊക്കെ പദ്ധതികൾക്കായി മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് കരുതൽ നൽകും വിധം, ഊന്നൽ നൽകും വിധം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, പ്രധാനമായും സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും കാത്തിരിക്കുന്നത്. അതായത് 24ഓളം ഹാർബറുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 18 എണ്ണമാണ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നത്. ഇവയൊക്കെ തന്നെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കാവസ്ഥയാണ്. നമുക്കിപ്പം ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും ഹാർബറുകൾ മാത്രം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പം അത്തരത്തിൽ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഓരോ ഹാർബറുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒപ്പം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി ലഭിക്കാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ധന ഉപയോഗത്തിന് സബ്സിഡി ലഭിക്കാത്ത കാര്യങ്ങൾ, അങ്ങനെ അനവധി വിഷയങ്ങൾ ഇവർക്കുണ്ട്. അത് കാലങ്ങളായി ബജറ്റ് പ്രഖ്യാപനത്തിൽ കൂടി അവർക്കത് മറികടക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് അവർ പല ആവർത്തി പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു അവസ്ഥ കേന്ദ്ര ബജറ്റിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന ബജറ്റിന്റെ ഭാഗത്തു നിന്നോ പതിവായി ഉണ്ടാകുന്നില്ല എന്നൊരു വലിയ പരാതിയാണ് അവരെ സംബന്ധിച്ചുള്ളത്. എന്തായാലും നമുക്കൊപ്പം ഈ തീരദേശ മേഖലയിൽ, ഈ മത്സ്യബന്ധന മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷ എന്നുള്ള കാര്യത്തിൽ അത് പങ്കുവെക്കാൻ വേണ്ടി നമുക്കൊപ്പം ആദ്യം ചേരുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന BMS തൊഴിലാളി യൂണിയന്റെ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ശ്രീനാഥാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീനാഥ്, നമസ്കാരം. നമസ്കാരം. നമുക്ക് എന്തൊക്കെ പ്രതീക്ഷ, കേന്ദ്ര ബജറ്റിൽ 6000 കോടി രൂപയുടെ പദ്ധതി വകയിരുത്തുന്നത്, അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് പ്രധാനമായിട്ടുള്ളത്? കൊല്ലം ഹാർബർ ഈ ബഡ്ജറ്റിനെ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങളൊക്കെ ശൈശവ ഘട്ടത്തിൽ തന്നെ
നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു 2023 ബഡ്ജറ്റ് കൊല്ലം മേഖലയിലെ കൊല്ലം ഹാർബർ കേന്ദ്രീകരിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ വളരെ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അടിസ്ഥാനപരമായിട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരങ്ങളും കാണുവാൻ കാലങ്ങളായിട്ട് ആരും ശ്രമിക്കുന്നില്ല. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിനൊരു പരിഹാരം കാണുവാൻ ഈ ബഡ്ജറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെൽഫെയർ ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഹാർബറിന്റെ നവീകരണമാണ്. ഇവിടുത്തെ ദൈനംദിനം ഏകദേശം 50-ലധികം ബോട്ടുകളാണ് ഈ ഹാർബറിൽ നിന്നും ഈ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ, വലിയ തുകയ്ക്കുള്ള അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർബറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മേഴ്സിക്കുട്ടിയമ്മ മത്സ്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന സമയത്താണെങ്കിലും അതിനു മുൻപാണെങ്കിലും ഇവിടുത്തെ നിരവധി ബോട്ടുടമകൾ അതിന് വേണ്ടുന്ന ഹാർബറിന്റെ നവീകരണവുമായി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി തവണ നിവേദനങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതാണ്. എങ്കിലും ഈ ഹാർബറിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് യാതൊരു അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഹാർബറിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു മാറ്റം ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് BMS തൊഴിലാളി യൂണിയനെ സംബന്ധിച്ച് അവർക്ക് പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണം. കാരണം ഇതിനൊരു നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായ തരത്തിൽ പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ബോട്ടുകൾക്ക് അറ്റകുറ്റപ്പണി ഉണ്ടാകുന്നു, നിരവധി ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു, അങ്ങനെ ഉടമകൾക്ക് നഷ്ടം സംഭവിക്കുന്നു. ഈ മേഖലയ്ക്ക് തന്നെ അതൊരു വലിയ തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് BMS തൊഴിലാളി യൂണിയന്റെ നേതാവ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കിനി അടുത്തതായിട്ട് പോകാനുള്ളത് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പീറ്റർ മത്യാസിലേക്കാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഈ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്, അത് നമുക്ക് അന്വേഷിച്ചറിയാം. നമസ്കാരം. എത്തരത്തിലുള്ളൊരു പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും, എത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഈ ബജറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്? ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് ഈ മത്സ്യബന്ധന മേഖല ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശ നാണ്യം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. സർക്കാരിനാണെങ്കിൽ ഇന്ധന വിലയിൽ നിന്ന് ഒരു വലിയ നികുതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടുന്നത്. പക്ഷേ നാളിതുവരെയും ഈ മേഖലയ്ക്ക് യാതൊരു വിധമായ സാമ്പത്തിക സഹായവും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നായാലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നായാലും കിട്ടുന്നില്ല. ഈ മേഖല ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധിയിലായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡീസലിന്റെ വില വർധന തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഡീസലിന് നമുക്ക് സബ്സിഡി തരണം. ഡീസലിന് സബ്സിഡി തന്നില്ലെങ്കിൽ ഈ വ്യവസായം പൂർണ്ണമായും നിന്നുപോകുന്നൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി നമുക്കിപ്പം തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരപരിധി. ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഈ സെഡിൽ 200 നോട്ടിക്കൽ മൈൽ വരെ വരുന്ന സ്ഥലത്ത് നിരവധിയായ മത്സ്യസമ്പത്ത്, ഇനിയും പിടിച്ചിട്ടില്ലാത്ത നിരവധിയായ മത്സ്യസമ്പത്ത് നമ്മുടെ കടലിലുണ്ട്. അത് നമ്മളുടെ ഡീപ് സീ സ്ക്വിഡും അതുപോലെ തന്നെ മിക്ടോപിഡ്സ്, അതുപോലെ തന്നെ ട്രിച്ചൂറിസ് അറുക എന്ന വിഭാഗത്തിൽ വാള എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മത്സ്യമുണ്ട്. അത്തരം മത്സ്യങ്ങൾ അതൊക്കെ ഇപ്പം ഈ സമയത്ത് കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ധാരാളമായി ബോട്ടുകൾക്കാർ കൊണ്ടുവരുന്നു. പക്ഷേ നിയമപരമായി ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനെ ചില സാങ്കേതിക തടസ്സം പറഞ്ഞു കൊടുത്ത് ഉദ്യോഗസ്ഥരെ തടയുകയാണ്. ട്രിച്ചൂറിസ് അറുക എന്ന് പറയുന്ന വാള എന്ന് തോന്നും, പക്ഷേ വാളയല്ല. അപ്പോൾ ഇത്തരം മത്സ്യസമ്പത്തുകളും ഇതുപോലെ തന്നെ മറ്റ് ട്യൂണ ഇതുപോലുള്ള മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളൊക്കെ പിടിക്കുന്നതിന് നിലവിലുള്ള യാനങ്ങളെ സർക്കാർ സബ്സിഡിയോടുകൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ മത്സ്യസമ്പത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തണമെന്നാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണം. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നതിന് കടബാധ്യതകളുണ്ട്. അതൊക്കെ കടാശ്വാസ കമ്മീഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എടുത്തിട്ടുള്ള കടങ്ങൾ എഴുതിത്തള്ളണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സ്യബന്ധന പാക്കേജ് കൂടി ഞങ്ങൾ ഈ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കൊരു പ്രധാനപ്പെട്ട പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒരു ദുരിത ജീവിതത്തിന് അറുതി വരുത്തണം. ഈ മേഖലയെ സമഗ്രമായി പഠിക്കുന്ന തരത്തിലുള്ള കമ്മിറ്റികൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ ഈ മത്സ്യബന്ധന മേഖലയെ ആകെ കരുത്തോടുകൂടി മുൻപോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഡീസൽ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ 24ഓളം വരുന്ന ഹാർബറുകളുടെ പ്രവർത്തനം വളരെ വേഗത്തിൽ അത് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, അതായത് ഷാനോസ് ഡേവിഡാണ് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ബജറ്റിലുള്ള പ്രതീക്ഷകളും പങ്കുവച്ചത്. എന്തായാലും
പുതിയ പാക്കേജുകൾ അടക്കമാണ് ഈ മത്സ്യബന്ധന മേഖല പ്രതീക്ഷിക്കുക. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. നേരത്തെ നമ്മളോടൊപ്പം ചേർന്ന് 2 MLA-മാർ, മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ ആയാലും ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ആയാലും ഈ പാലക്കാട്ടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളും പ്രതീക്ഷകളെല്ലാം നമ്മളിത് ഇന്ന് ഇത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ധോണിയിൽ വീണ്ടും രാത്രി കാട്ടാന ഇറങ്ങിയെന്ന വാർത്തയാണ് വരുന്നത്. അതായത് ബജറ്റ് ദിവസം ഈ കാട്ടാന ആക്രമണം പോലെയുള്ള വന്യമൃഗ ശല്യത്തിൽ ബജറ്റിന്റെ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസവും ധോണിയിൽ നിന്ന് അത്തരം ആശങ്കയുള്ള വാർത്ത വന്ന ദിവസമാണ്. എന്തായാലും പ്രസാദ് അവിടെ ഉണ്ട്. പ്രസാദ്, വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ ഒരു മേഖലയാണ് പാലക്കാട് ജില്ല. നമ്മോട് അല്പം മുമ്പ് സംസാരിച്ച MLA-മാരടക്കം ചൂണ്ടിക്കാട്ടിയതും ഈ വിഷയത്തിൽ ഒരു വലിയ ഇടപെടൽ ബജറ്റിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ്. എന്താണ് ബജറ്റിലൂടെ അവിടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്? ഈ കാടിറങ്ങുന്ന വന്യത എന്ന ഒരു വലിയ ഗുരുതര പുതിയ കാല പ്രതിസന്ധിയിൽ എങ്ങനെയുള്ള ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെയൊക്കെ ആവശ്യം? സാധാരണ നമ്മൾ പാലക്കാട് നിന്നും കർഷകരുടെ നെൽകർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയാറ്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ധോണിയിലാണ്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം. ഇപ്പം ബജറ്റിൽ വരുന്നു, ഈ വന്യജീവി പ്രശ്നങ്ങൾ നേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യമായ പദ്ധതികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ബജറ്റിൽ? തീർച്ചയായും. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റെല്ലാം വന്നു. ഇന്നും ഇപ്പോൾ കേന്ദ്ര വിഷയമായിട്ടുള്ള വനമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു അലോക്കേഷനൊന്നും ഉള്ളതായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നും ഇന്നലെ വരെ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ വളരെ ശുഭകരമായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ആണെങ്കിലും VS MLA ആയിരിക്കുന്ന സമയത്ത് 17 കോടി രൂപയാണ് നമുക്കിവിടെ ഈ ഫെൻസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ വേണം എന്നുള്ളതാണ് ജനങ്ങളുടെ എപ്പോഴത്തെയും മുന്നിൽ വരുന്ന ആവശ്യം. വനം വകുപ്പിന് എപ്പോഴും ആവർത്തനപരമായിട്ടുള്ള നിരന്തര ചെലവുകളിലോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലോ അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അതല്ല വേണ്ട. ഇപ്പോൾ നമ്മൾ ഒരു PT-7 എലിഫൻറ്റ് ഇപ്പോൾ ധോണിയിൽ നിന്ന് നാമകരണം ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ 75ഓളം വരുന്ന ടീമുകളെ നിയോഗിച്ചു. വലിയ സന്നാഹം ഉണ്ടായി. വലിയ മുതൽ മുടക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് വരുത്തിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ എത്ര തവണ ചെയ്യാൻ കഴിയും? അപ്പോൾ അതല്ല വേണ്ട. ശാശ്വതമായിട്ട് വന്യമൃഗങ്ങൾക്ക് എന്താണ് വനത്തിനകത്ത് സംഭവിക്കുന്നത്, അതിൻ്റെ എക്കോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംവിധാനങ്ങളിൽ എന്തെങ്കിലും പശുക്കളുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. അതിനനുസരിച്ചുള്ള തണ്ണീർത്തടങ്ങളാണെങ്കിലും നീർത്തടങ്ങൾ എന്താണോ അവിടെ വികസിക്കേണ്ടത് ആ രീതിയിലുള്ള പഠനങ്ങൾക്ക് പ്രത്യേക ഊന്നൽ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വനാതിർത്തികളെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ജനവാസ മേഖലയിൽ നിന്ന് വേർതിരിച്ചേ പറ്റൂ. വേർതിരിക്കുമ്പോൾ ഈ പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ RRT ഇപ്പോൾ ആകെ ഇപ്പോൾ വാളയാറ് മുതൽ നമുക്ക് അള്ളിക്കോടൻ താഴ്വര വരെ ഒരു RRT-ആണ് അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 RRT-യും മുണ്ടൂർ റേഞ്ചിനോ അല്ല ഒലോക്കോട് റേഞ്ചിനോ അല്ലെങ്കിൽ അപ്പുറത്ത് വാളയാർ റേഞ്ചിനോ കീഴിലുള്ളൂ. അവിടെ നിലവിൽ വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട് വിനിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിൻവലിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ നാട്ടിലും ഉണ്ടാകുന്ന വല്ല NOC-ക്കോ വല്ല പോകുമ്പോൾ അത് പരമാവധി വൈകിക്കോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് സാധ്യത വനംവകുപ്പ് ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. അതേപോലെ കുങ്കികളെ ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നു ഇത്ര നാളായി വന്നിട്ട്. അതിന് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവാകുന്നു. പക്ഷേ അതിന് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ടുള്ള സംവിധാനം സുതാര്യമായിട്ട് ജനകീയമായിട്ട് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ എപ്പോഴും നമുക്ക് അപ്പുറത്ത് നിർത്താൻ കഴിയുക, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് ഉണ്ട്. ആ പദ്ധതികൾ ചെയ്യുമ്പോൾ ആവർത്തനപരതയിൽ വരുന്ന പണം ചെലവാക്കാൻ വേണ്ടി. ഹലോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക? അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു ജനകീയ മാറ്റമായിരിക്കും. രണ്ടാമത്തേതാണ് അമിതഭാരം ഉണ്ടാകില്ല. അതേസമയം ചില നിയന്ത്രണങ്ങൾ അത് ഈ ബജറ്റിൽ എന്തായാലും മന്ത്രി നേരിട്ട് നിയമസഭയിലേക്ക് തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ AKG സെന്ററിൽ അദ്ദേഹം പോയതിനു ശേഷം നിയമസഭയിലേക്ക് വരുമെന്ന് കരുതിയിരുന്നു. പക്ഷേ നേരിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വരും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹം നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തും. വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണ് ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുള്ളത്. അവിടെ നിന്നും നന്ദൻകോട് വഴി അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ നിയമസഭയിലേക്ക് എത്തും. ഏകദേശം 2 കിലോമീറ്ററിലധികം 2-3 കിലോമീറ്ററിലധികം ദൈർഘ്യം വരുന്ന ദൂരമാണ്. അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും മാധ്യമങ്ങളടക്കം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. യാത്രയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിക്കൊണ്ട് ആ ഒരു വലിയ സസ്പെൻസ് കാത്തുവെച്ചുകൊണ്ടുള്ള ധനമന്ത്രിയുടെ യാത്രയാണ്. എന്തായാലും നിയമസഭയിൽ അദ്ദേഹം 9 മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരും. അതിനുശേഷം കൃത്യം 9 മണിയോടെ ബജറ്റ് പ്രസംഗം ആരംഭിക്കും. ബജറ്റ് പ്രഖ്യാപനം അവതരണം ആരംഭിക്കുന്നു എന്നാണ് പ്രത്യേകത.
നിയമസഭയിലേക്ക് എന്തായാലും മന്ത്രിമാരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ കെ കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ അടക്കമുള്ളവർ ഇതിനകം തന്നെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഉടൻ തന്നെ നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിച്ചേരും. എന്തായാലും മന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം ഈ ബജറ്റ് പെട്ടിയുമായി അദ്ദേഹം പുറപ്പെടുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം, അതിൻ്റെ ഒരു സസ്പെൻസ് ഒക്കെ ധനമന്ത്രിയുടെ കയ്യിലുണ്ട്. എന്തായാലും അത് നമുക്ക് എന്താണെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാം. അദ്ദേഹം ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേരുന്നത്. സാധാരണ രീതിയിൽ നിയമസഭയിലേക്ക് ധനമന്ത്രിമാർ എത്തിച്ചേർന്നാൽ അവരാദ്യം തങ്ങളുടെ സഹപ്രവർത്തകരുമായൊരു കുശലമൊക്കെ നടത്തിയ ശേഷമാണ് ബജറ്റ് അവതരണത്തിലേക്ക് കടക്കാറുള്ളത്. എന്തായാലും ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, മന്ത്രി യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഡാൻ, കുടുംബസമേതമാണ് മന്ത്രി ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു പുതിയ ചിത്രമായിരിക്കും. സാധാരണ മന്ത്രിമാർ അങ്ങനെ കുടുംബസമേതം ഇങ്ങനെ ബജറ്റ് അവതരണത്തിലേക്ക് വരുന്ന പതിവില്ല. എന്തായാലും മന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കുടുംബം ഒപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ എപ്പോഴേക്ക് ഇവിടെ എത്തിച്ചേരും? ഇപ്പോൾ എവിടെ എത്തി മന്ത്രിയുടെ വാഹനം? ഇപ്പോൾ ഈ പ്രധാന കവാടം കഴിഞ്ഞ, അതായത് ക്രിസ്മസ് കോമ്പൗണ്ട് കഴിഞ്ഞ് ബന്ധാവനത്തേക്ക് കയറുന്ന വഴിയിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം എത്തിയിട്ടുണ്ട്. അല്പം ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ നിയമസഭയിലേക്ക് എത്തും. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വാഹനം സുഗമമായി അവിടേക്ക് എത്തുന്നതിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ച പോലെ കുടുംബ സമയത്തിൽ എത്തുക എന്നതിലൂടെ ഒരു ക്ഷേമം എന്നതിന് മുൻനിർത്തി തന്നെയാകും സർക്കാരിന്റെ ഇടതു സർക്കാരിന്റെ ഈ ബജറ്റ് എന്ന ഒരു എന്തായാലും ധനമന്ത്രി ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നമുക്ക് അല്പസമയം മുമ്പ് നമ്മൾ ഇവിടെ മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിലേക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മറ്റു മന്ത്രിമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കുകയാണ്. മന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ യാത്ര തുടരുകയാണ്. നമ്മുടെ ന്യൂസ് 18 സംഘവും മന്ത്രിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ സമയം 8:42 കഴിഞ്ഞു. അതായത് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് സഭയിലെത്തി ഇനി തൻ്റെ സഹപ്രവർത്തകരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെയുള്ള ലഘുവായ ഒരു ആശയവിനിമയം സാധാരണ പതിവുണ്ട്. അത് പ്രതിപക്ഷ നിരയിലുമെത്തി ഈ ധനമന്ത്രി ആശയവിനിമയമൊക്കെ നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുക. ഇന്ന് സഭയുടെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. 9 മണിയോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. സാധാരണ ചോദ്യോത്തരവേളയാണ് പതിവ്. പക്ഷേ ഇന്ന് ചോദ്യോത്തരവേളയില്ല. മറിച്ച് ഇന്ന് നേരിട്ട് ബജറ്റ് അവതരണത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. സ്പീക്കർ എത്തുകയും ബജറ്റ് അവതരണത്തിന് വേണ്ടി ധനമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്യും. അതാണ് നടപടിക്രമം. അതിനുശേഷം ബജറ്റ് അവതരണത്തിലേക്ക് കടക്കും. സാധാരണ രീതിയിൽ 2 മണിക്കൂറിലധികം ദൈർഘ്യം ഉണ്ടായേക്കും. എന്തായാലും ഇന്നത്തെ ബജറ്റ് അവതരണം അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ് എന്നതിൻ്റെ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും. ഡാൻ, മന്ത്രിയുടെ വാഹനം ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ കോർപ്പറേഷൻ റോഡിലേക്ക്, അതായത് നമ്മുടെ മസ്കറ്റ് ഹോട്ടലിന് മുമ്പിലുള്ള റോഡിലൂടെ വാഹനം നിയമസഭയ്ക്ക് അടുത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ കോർപ്പറേഷന്റെ കവാടം കടന്ന് മന്ത്രിയുടെ വാഹനം മസ്കറ്റ് ഹോട്ടൽ റോഡിലേക്ക് കയറിയിരിക്കുന്നു. ഏതാണ്ട് 3 മിനിറ്റിനകം ഈ വാഹനം നിയമസഭയ്ക്ക് മുമ്പിലെത്തും. അതിനുള്ള ഗതാഗതമെല്ലാം ഇവിടെ പോലീസ് ക്രമീകരിച്ച് വിട്ടിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അത് തിരക്കുള്ള സമയമാണ്. എങ്കിലും ധനമന്ത്രിയുടെ വാഹനം സുഗമമായി ഗതാഗത കുരുക്കിലൊന്നും പെടാതെ അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരിക്കുന്നു. എന്തായാലും 2 മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കി. നിയമസഭ കവാടത്തിന് മുമ്പിലേക്ക് ധനമന്ത്രിയുടെ വാഹനം എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി തന്നെയുണ്ട്. ഇപ്പോൾ ചെറിയ ഗതാഗത കുരുക്കുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ എത്തുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ധനമന്ത്രിയുടെ വാഹനവുമായി അദ്ദേഹത്തിന്റെ വാഹനമാണ് തൊട്ടു മുമ്പിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മ്യൂസിയം റോഡിലൂടെ ഇപ്പോൾ മസ്കറ്റ് ഹോട്ടൽ പിന്നിട്ട് നിയമസഭാ കവാടത്തിലേക്ക് തിരിയുന്ന വഴിയിലേക്ക് ധനമന്ത്രിയുടെ വാഹനം ഇതാ ഇപ്പോൾ തിരിഞ്ഞ് കയറുകയാണ്. 1 മിനിറ്റിനകം നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുമ്പിലേക്ക് ധനമന്ത്രിയുടെ വാഹനം എത്തും. പോലീസ് ഗതാഗത ക്രമീകരണങ്ങളെല്ലാം
പൂർത്തിയാക്കിക്കൊണ്ട് ഒരുക്കിക്കൊണ്ട് സുഗമമായി വാഹനം അവിടേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കഴിഞ്ഞത് ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ആ വാഹനം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. യെസ് അതാണ് ധനമന്ത്രിയുടെ വാഹനം ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലൂടെ എത്തുകയാണ്. ധനമന്ത്രിയുടെ വാഹനം നിയമസഭയിലേക്ക് മുന്നിലൂടെ എത്തുകയാണ്. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ധനമന്ത്രി ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. നമ്പർ 10 കേരള സ്റ്റേറ്റ് നമ്പർ 10 വാഹനത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോവുകയാണ് നിയമസഭാ കവാടത്തിനുള്ളിലേക്ക്. ഒപ്പം മാധ്യമ പ്രവർത്തകരുമുണ്ട്, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ആ കാത്തിരിപ്പാണ്. നിയമസഭാ കവാടത്തിനുള്ളിൽ ധനമന്ത്രി എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഇപ്പോൾ കവാടത്തിന് പുറകിൽ നിന്നും സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹം നിയമസഭാ മന്ദിരത്തിലെ ബജറ്റ് അവതരണം നടക്കുന്ന ഹാളിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. അതാണ് ഇനിയുള്ള കാത്തിരിപ്പ്. എന്തായാലും ഏറെ സസ്പെൻസ് ഉള്ള സംസ്ഥാന ബജറ്റിൻ്റെ ഉള്ളടക്കത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള ബജറ്റ് അവതരണത്തിൽ എന്താണ് ക്ഷേമം മുന്നിൽ നിർത്തുക, ഏതൊക്കെ മേഖലയെ പരിഗണിക്കപ്പെടും, ഏതൊക്കെ നികുതിയിൽ വർധനവുണ്ടാകും, വില വർധനവുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അല്ലേ രഞ്ജിനി? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള ഒരു ബജറ്റാണ്. ഏതൊക്കെ മേഖലയിലാകും ഇത്തരത്തിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക? പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാവും കൊണ്ടുവരിക, വ്യവസായ മേഖലയിൽ ഏത് രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരും, നികുതി ഇളവ് അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തും, ഒപ്പം തന്നെ പുതിയ പദ്ധതികൾ ഉണ്ടാകുമ്പോൾ കിഫ്ബി കഴിഞ്ഞ തോമസ് ഐസക്കിന്റെ ബജറ്റിലൊക്കെ നമ്മൾ എടുത്തു കണ്ടത് കിഫ്ബിയിൽ ഊന്നിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റിൽ 2 തവണ ബജറ്റ് അവതരിപ്പിച്ചാലും കിഫ്ബിയിൽ അധികം മൂന്നാതെയുള്ള ഒരു ബജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഇത്തവണയും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക? നേരത്തെ തന്നെ MLA-മാർക്കടക്കം അദ്ദേഹം ഈ ബജറ്റ് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് കത്തയച്ചപ്പോൾ അടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കിഫ്ബിയിൽ ഊന്നിയുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ വേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ തന്നെ പാടുപെടുന്ന ഒരു സമയത്ത് കിഫ്ബിയിൽ ഊന്നി പുതിയ പദ്ധതികൾ ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതാണ് സാഹചര്യം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചില നികുതി വർധനവൊക്കെ ഉണ്ടാകും, ചില സർക്കാർ ഫീസുകളിൽ വർധനവുണ്ടാകും, കോളേജുകളിലെ ഫീസുകൾ, ഒപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾക്കുള്ള ഫീസുകളിലൊക്കെ വർധനവുണ്ടാകും. കാരണം 1970കളിലെ പല നിരക്കുമാണ് ഇപ്പോഴും ചില മേഖലകളിലുള്ളത് എന്ന വിലയിരുത്തൽ പൊതുവിൽ ധനവകുപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ ചില വർധനവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം വർധനവ് വരുത്തി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ബജറ്റിലൂടെ പ്രയോഗിക്കാനായിരിക്കും ധനമന്ത്രി KN ബാലഗോപാൽ ശ്രമിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിലുള്ള സമ്പൂർണ്ണ ബജറ്റിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ കണ്ടു എന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ആ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ കേരളത്തിലും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരിഗണനകളും സൂത്രവാക്യങ്ങളും തന്ത്രങ്ങളും ഒക്കെ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ധനമന്ത്രി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തോമസ് ഐസക്കിന് ശേഷം KN ബാലഗോപാൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു ധനകാര്യ വിദഗ്ധൻ എന്നാണെന്നാണ് KN ബാലഗോപാൽ നേരത്തെ തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ ശുഷ്കമായ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും KN ബാലഗോപാൽ അദ്ദേഹം ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഹാളിനുള്ളിലേക്ക് കടക്കും. അതിനുശേഷം മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് MLA-മാരുമായുള്ള വേഗത്തിലുള്ള ചില ആശയവിനിമയത്തിനൊക്കെ ശേഷം വേഗത്തിൽ തന്നെ അദ്ദേഹം നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ 8:48, ഇനി വെറും 10 മിനിറ്റ് മാത്രമാണ് ബജറ്റ് അവതരണം ആരംഭിക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ധനമന്ത്രി ഇപ്പോൾ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഗാലറിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ബജറ്റ് അവതരണം വീക്ഷിക്കും. ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതല നിയമസഭയിൽ നിർവഹിക്കുമ്പോൾ കുടുംബാംഗങ്ങളും ഗാലറിയിൽ ഉണ്ടാകുമെന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുകയാണ്. കേരളം കാത്തിരിക്കുന്ന ബജറ്റിൻ്റെ ആ സസ്പെൻസൊക്കെ എന്തെന്നറിയാൻ നമുക്ക് അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രം ഇനി മതിയാണ്. തീർച്ചയായും ഇനി 10 മിനിറ്റ് മാത്രമാണ് ഉള്ളത് ബജറ്റ് അവതരണത്തിന്. KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. ഇപ്പോൾ അദ്ദേഹം
സ്വാഭാവികമായി നിയമസഭയ്ക്കുള്ളിൽ എത്തിക്കണം. നേരത്തെ നമ്മൾ ബജറ്റ് അവതരണത്തിന് മുമ്പ് കാണാറുള്ളതാണ്. ധനമന്ത്രി മുഖ്യമന്ത്രിമാരുമായും മന്ത്രിമാരുമായും ഭരണപക്ഷ പ്രതിപക്ഷത്തെ MLA-മാരും ഒക്കെയായി ഇതിന് തൊട്ടു മുമ്പ് കൂടിക്കാഴ്ച നടത്തുന്നു, സംഭാഷണങ്ങൾ ഏർപ്പെടുന്നു ഒക്കെ നമ്മൾ കാണുന്നതാണ്. തുടർന്ന് 9 മണിയോടുകൂടി കൃത്യമായി ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാരും MLA-മാരും ഒക്കെ നിയമസഭയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഒരു വശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഡാൻ ചേരുന്നുണ്ടല്ലേ? ഡാൻ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മന്ത്രിമാരും MLA-മാരും ഒക്കെ സഭാ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ? മന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബജറ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം, അതായത് 10 മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കിയാകുന്നത്. കൃത്യം 9 മണിക്ക് തന്നെ സ്പീക്കർ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ധനമന്ത്രി KN ബാലഗോപാലിനെ ക്ഷണിക്കും. അതിന് പിന്നാലെ അദ്ദേഹം എത്തി ബജറ്റ് അവതരിപ്പിക്കും. ഇന്ന് സാധാരണയുള്ള പോലെ, നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ചോദ്യോത്തരവേള അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. 9 മണിക്ക് തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്പീക്കർ AN ഷംസീർ ധനമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കും. ഡാൻ, എങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ സഭയിലെത്തി അദ്ദേഹം മറ്റ് മന്ത്രിമാരുമായി MLA-മാരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മൾ നേരത്തെയുള്ള ബജറ്റ് അവതരണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള. ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? അദ്ദേഹം സഭയിൽ എത്തിയിട്ടുണ്ടോ? ബാക്കിയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്നും? അദ്ദേഹം സഭയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിനി, ഇപ്പോൾ നേരത്തെ അദ്ദേഹം സാധാരണയായി ചെയ്തു വരുന്നത് പോലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണപക്ഷത്തെ മറ്റ് മന്ത്രിമാരും ആയി അദ്ദേഹം ഒരു ആശയവിനിമയം നടത്തും. അത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അത് മന്ത്രിമാരുമായി അദ്ദേഹം നടത്തും, ഭരണപക്ഷത്തെ MLA-മാരുമായി നടത്തും. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയും അദ്ദേഹം അഭിവാദ്യം ചെയ്യും. അതിന് പിന്നാലെയാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ആ തരത്തിൽ തന്നെ മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ നടക്കുമെന്ന സൂചനയാണ്. എന്തായാലും സ്പീക്കർ AN ഷംസീർ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി ധനമന്ത്രിയെ ഡയസിൽ നിന്ന് ക്ഷണിക്കും. അതിന് പിന്നാലെയാകും അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാനായി എത്തുക. യെസ്, എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭാ ഹാളിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഡാൻ സൂചിപ്പിച്ച പോലെ അവിടെ ആശയവിനിമയം മാത്രത്തിൽ നടക്കുകയാണ്. അരുൺ, VV അരുൺ കൂടിയുണ്ട്. അരുൺ, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നേരത്തെ തോമസ് ഐസക്കും KM മാണിയും ഒക്കെ സമീപകാല ധനമന്ത്രിമാർ അവർ അവരുടെ ബജറ്റ് അവതരണത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരണം നടത്താറുണ്ട്. പദ്യശകലങ്ങളും കാവ്യശകലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റ് അവതരണം. പക്ഷേ പൊതുവിൽ KN ബാലഗോപാൽ അത്തരമൊരു രീതിയൊന്നും പുലർത്താറില്ല. അദ്ദേഹം വളരെ വേഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് KN ബാലഗോപാൽ കാണിക്കാറുള്ള ശൈലി. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ ബാലഗോപാലിന്റെ ഒരു നീക്കം? അതിലേക്ക് വരാൻ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ KN ബാലഗോപാൽ സഭയ്ക്കുള്ളിൽ കടന്നു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം ബാലഗോപാലിനെ അഭിനന്ദിക്കുന്നു. വി ശിവൻകുട്ടി, VN വാസവൻ തുടങ്ങിയ മന്ത്രിമാർ, ഇപ്പോൾ AC മൊയ്തീനുണ്ട്, അവിടെ TP രാമകൃഷ്ണനുണ്ട്, റോഷി അഗസ്റ്റുണ്ട്. അത്തരത്തിൽ ഭരണപക്ഷ ബെഞ്ചുകളിലൂടെ ഇപ്പോൾ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. ഭരണപക്ഷ MLA-മാർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. അവരുടെ ഒരു സൗഹൃദ സംഭാഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി GR അനിൽ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടിയുണ്ട്, AK ശശീന്ദ്രനുണ്ട്. അത്തരത്തിൽ ഭരണപക്ഷ MLA-മാരുടെ അദ്ദേഹം സൗഹൃദം പങ്കിടുകയാണ്, പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഈ മന്ത്രിമാർക്കും ഒക്കെ MLA-മാർക്കും ഒക്കെ ഇപ്പോൾ ഭരണപക്ഷമാണെങ്കിൽ പോലും അവർക്കും ഇതെല്ലാം ഒരു സസ്പെൻസ് ആണ്. എന്താണ് KN ബാലഗോപാലിന്റെ ആ പെട്ടിയിലുള്ളത്? എന്താണ് ഈ ബജറ്റിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യം എന്ന കാര്യത്തിൽ ഭരണപക്ഷ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് പോലും അതൊരു സസ്പെൻസ് ആണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയോട് മാത്രമാകാം ഇക്കാര്യം ഒരു നികുതി നിർദ്ദേശം അടക്കമുള്ള കാര്യം അദ്ദേഹം കൺവേ ചെയ്തിരിക്കുക, അറിയിച്ചിരിക്കുക. അത്തരത്തിൽ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, ആശങ്കയിലാണ്. നികുതി നിർദ്ദേശം ഏതൊക്കെ തരത്തിലുണ്ടാകും, ഓരോ മണ്ഡലത്തിലും എന്തൊക്കെ കിട്ടും, ഓരോ പ്രദേശത്തിന് എന്തൊക്കെ കിട്ടുമെന്ന ആകാംക്ഷയിലും ആണ് ഇപ്പോൾ ഓരോ MLA-മാർക്കും ഉള്ളത്. ഇപ്പോഴും അദ്ദേഹം KP മജീദ് അടക്കമുള്ളവർ അദ്ദേഹത്തെ ഈ ഭരണപക്ഷ ബെഞ്ചിലേക്ക് വന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു. ഈ ഒരു ഭരണ പ്രതിപക്ഷ ഭേദമൊന്നും ഒരുപക്ഷെ ഈ ബജറ്റിന് ഉണ്ടാകില്ല. കാരണം ബജറ്റ് എല്ലാവർക്കും
ആവശ്യമുള്ളതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. തങ്ങളുടെ മണ്ഡലത്തിന് ആവശ്യത്തിലധികം അതാണ് സാഹചര്യം. എന്തായാലും നിയമസഭാ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ ഇനി ബജറ്റ് അവതരണം എന്ന നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും പ്രഭാത കേരളം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിയത് പൂർണ്ണമായും ബജറ്റ് വാർത്തകളും വിശേഷങ്ങളുമാണ്. ഒപ്പം സംസ്ഥാനത്തിന്റെ പൊതുചിത്രം, അവരുടെ പ്രതീക്ഷകൾ, വിവിധ മേഖലകളുടെ ആവശ്യങ്ങളൊക്കെ എന്ന വലിയ സമഗ്രമായൊരു ചിത്രവുമായിട്ടാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. നിയമസഭയ്ക്ക് മുന്നിൽ ഈ ബജറ്റ് അവതരണം നടക്കുന്ന സഭാ ഹാളിന് പുറത്തുനിന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചെയ്തത്. എന്തായാലും പ്രഭാത കേരളം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബജറ്റ് അവതരണം തുടരും. തീർച്ചയായും ഇനി 8:54 ആയിരിക്കുന്ന സമയം 6 മിനിറ്റ് മാത്രമാണ് ഇനി മിച്ചമുള്ളത്. 6 മിനിറ്റിന് ശേഷം പ്രതീക്ഷിച്ചിരുന്ന ബജറ്റിലേക്ക് കേരളം കടക്കുകയാണ്. എന്തായാലും പ്രഭാത കേരളം പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ കാണാം. നമസ്കാരം. ഇനി 2 മിനിറ്റ് മാത്രമാണുള്ളത്. കെ എൻ ബാലഗോപാലിന്റെ മൂന്നാമത്തെ ബജറ്റ് അവതരണത്തിന്, രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിന് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ബജറ്റ് രേഖകൾ അടങ്ങിയ തന്റെ ബ്രീഫ് കേസുമായി അദ്ദേഹം തന്റെ സീറ്റിനടുത്തേക്ക് എത്തുകയാണ്. അവിടെ പ്രത്യേക പോഡിയം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോഡിയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ബജറ്റ് അവതരിപ്പിക്കുക. അതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് അല്പസമയത്തിനകം സ്പീക്കർ സഭയിലേക്ക് കടന്നുവരും. സ്പീക്കർ എൻ ഷംസീർ കടന്നു വന്ന സഭാ സമ്മേളനം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകും. അതോടുകൂടി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ്, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷത്തെ MLA-മാരുമായി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുമായി അദ്ദേഹം സൗഹൃദം പങ്കിടും. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് തുടർച്ച. ബജറ്റ് ആകുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെയാണ്. ഇത് അവതരിപ്പിക്കും വരെ എല്ലാവരും പ്രതീക്ഷയിലാണ്. ഇപ്പോൾ KK രമയും റോജിയും ജോണും അടക്കമുള്ള പ്രതിപക്ഷ MLA-മാരുമായി അദ്ദേഹം ചർച്ച നടന്നു. KV ഗണേഷ് കുമാർ അവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഭാഗത്ത് അദ്ദേഹമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ കെ എൻ ബാലഗോപാലിനെ അടുത്തെത്തി അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യുന്നു. പ്രതിപക്ഷവും വലിയ പ്രതീക്ഷത്തിനാണ് സ്വാഭാവികമായും ഈ ബജറ്റിൽ. കാരണം പ്രതിപക്ഷത്തിനും ഓരോ MLA-മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷകളുണ്ട്. അവർ നിരവധി കത്തുകൾ, നിവേദനങ്ങൾ ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് കെ എൻ ബാലഗോപാലിന് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ഡലത്തിലെ പ്രധാന പ്രശ്നം ഇതാണ്, ഇതിൽ ഒരു പരിഹാരം വേണം, ഈ ബജറ്റിലെങ്കിലും അത് പരിഗണിക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട കത്തുകൾ വേണ്ട എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം നൽകിയതെങ്കിൽ പോലും മറ്റു വികസന പദ്ധതികളിലൂടെ തങ്ങളുടെ മണ്ഡലങ്ങളെയും പരിഗണിക്കണമെന്ന നിവേദനം MLA-മാർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം സ്പീക്കർ എൻ ഷംസീർ എത്തിച്ചേരും. അതോടുകൂടി ബജറ്റ് അവതരണത്തിന് തുടക്കമാകും. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി ബാലഗോപാലിനെ ക്ഷണിക്കും. മന്ത്രിമാർ ഓരോരുത്തരായി ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നു. മന്ത്രി ആന്റണി രാജു, അദ്ദേഹം ഒരുപാട് പ്രതീക്ഷയുള്ള ആളാണ്. അദ്ദേഹം കെ എൻ ബാലഗോപാൽ സംസാരിച്ചു. MP രാജേഷ് അദ്ദേഹത്തിന് പ്രസ്ഥാനം ചെയ്തു. അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരിക്കുന്നത്. ഏതായാലും ആന്റണി രാജുവിനെ പറ്റി പറയുമ്പോൾ KSRTC എന്ന എക്കാലവും സർക്കാർ സഹായത്താൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ ഓർക്കണം. KSRTC എങ്ങനെയാണ് രക്ഷിക്കാൻ ബാലഗോപാൽ ഈ ബജറ്റിൽ തുക നീക്കി വച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് വകയിരുത്തി. ഇപ്പോൾ വ്യവസായ മന്ത്രി P രാജീവ് എത്തുന്നു, മന്ത്രി K രാജനുണ്ട്, V അബ്ദുറഹ്മാനുണ്ട്. ഓരോ നേതാക്കളായി എത്തി മന്ത്രിക്ക് ഭാവുകങ്ങൾ നേരുകയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. നേരത്തെ സജിത്തൊക്കെ സൂചിപ്പിച്ച പോലെ തോമസ് ഐസക്കിന്റെ ഒരു അവതരണ രീതിയല്ല. കവിതാ ശകലങ്ങളും പദ്യശകലങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാഹിത്യാത്മകമായ ഒരു വിവരണം ഒരുപക്ഷെ കെ എൻ ബാലഗോപാലിന് ബജറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 ബജറ്റുകളും ആ തരത്തിൽ ഉള്ളത് ആയിരുന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു തീർത്ത് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു പോകുന്ന ഒരു ബജറ്റ് അവതരണ ശൈലിയാണ്. ഒരുപക്ഷെ ഒരു ദീർഘപ്രസംഗവും ഈ ബജറ്റ് പ്രസംഗം ഉണ്ടാകാൻ ഇടയില്ല. ഏതായാലും ഇനി കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക്, കേരളം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആശങ്കയോടെ കാത്തിരിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾക്കൊക്കെ എന്തെന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ്. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം സഭയിലേക്ക് എത്തിച്ചേരും. ഏതായാലും കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട